Good morning all of you. നമുക്ക് ഇന്ന് ബേസിക് സയൻസ് പഠിച്ചാലോ? കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്തുവായിരുന്നു പഠിച്ചത്? ബേസിക് സയൻസില് സ്കെലറ്റൽ സിസ്റ്റം എന്ന് പറയുന്ന ഒരു പുതിയ ചാപ്റ്റർ ആയിരുന്നു പഠിച്ചതല്ലേ? കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചത്? വാട്ട് ഈസ് എ സ്കെലറ്റൻ, എന്താണ് സ്കെലറ്റൻ എന്ന് പഠിച്ചില്ലേ? പിന്നെ എന്തായിരുന്നു പഠിച്ചത്? വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് സ്കെലറ്റൻ, സ്കെലറ്റൻ എന്തെല്ലാം പർപ്പസ് ഉണ്ടെന്ന് പഠിച്ചില്ലേ? പിന്നെ എന്തായിരുന്നു പഠിച്ചത്? ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ബോൺസ് ഇൻ അവർ ബോഡി, നമ്മുടെ ബോഡിയിലുള്ള പലതരത്തിലുള്ള ബോൺസിനെ കുറിച്ച് പഠിച്ചായിരുന്നല്ലേ? ഏതൊക്കെയായിരുന്നു നമ്മുടെ ബോഡിയിലുള്ള പലതരത്തിലുള്ള ബോൺസ്? എല്ലാവരും പറഞ്ഞേ. നമ്മള് 4 ടൈപ്സ് പഠിച്ചായിരുന്നല്ലോ. ആ 4 ടൈപ്സ് എല്ലാവരും പറഞ്ഞേ. എന്താണ്? ലോങ് ബോൺ, ഷോർട്ട് ബോൺസ്, ഫ്ലാറ്റ് ബോൺസ്, ഇറഗുലർ ബോൺസ് അല്ലേ? ഏതൊക്കെയാണ് നമ്മൾ പഠിച്ചത്? ലോങ് ബോൺസ് പഠിച്ചു, ലോങ് ബോൺസ് പഠിച്ചു, ഷോർട്ട് ബോൺസ് പഠിച്ചു, ഫ്ലാറ്റ് ബോൺസ് പഠിച്ചു, ഇറഗുലർ ബോൺസ് പഠിച്ചില്ലേ? ഇന്ന് നമുക്ക് വെർട്ടിബ്രേറ്റ് എന്താണ്, ഇൻവെർട്ടിബ്രേറ്റ് എന്താണെന്ന് പഠിക്കാം. ഇന്ന് നമ്മൾ എന്താണ് പഠിക്കാൻ പോകുന്നത്? വെർട്ടിബ്രേറ്റ് എന്താണെന്നും അതുപോലെ ഇൻവെർട്ടിബ്രേറ്റിനെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. The spinal cord is protected by the body spinal column known as vertebrae, also called the backbone. The spinal cord is protected by the body spinal column known as vertebrae, also called the backbone. എന്താണ് vertebrae എന്ന് പറയുന്നത്? The spinal cord is protected by the body spinal column known as vertebrae, also called backbone. എന്താണ്? ബോഡി സ്പൈനൽ കോളത്താൽ സംരക്ഷിക്കപ്പെട്ടിരിക്കുന്ന സുഷുമ നാഡിയാണിത് വെർട്ടിബ്രേ എന്ന് പറയുന്നത്. ഇതിനെ എന്തെന്നും പറയും? ബാക്ക് ബോൺ എന്നും പറയും. ഇതിനെന്നും പറയും? ബാക്ക് ബോൺ എന്നും അറിയപ്പെടുന്നു. The spinal cord is protected by the body spinal column known as vertebrae, also called the backbone. The spinal cord is protected by the body spinal column known as vertebrae, also called the backbone. ബോഡി സ്പൈനൽ കോളത്താൽ സംരക്ഷിക്കപ്പെടുന്ന ഒരു സുഷുമ നാഡിയാണ് വെർട്ടിബ്രേ എന്ന് പറയുന്നത്. എന്താണ്? ഇതിനെ ബാക്ക് ബോൺ എന്നും പറയുന്നു. ബോഡി സ്പൈനൽ കോളത്താൽ സംരക്ഷിക്കപ്പെടുന്ന ഈ സ്പൈനൽ കോഡാണ് വെർട്ടിബ്രേ എന്ന് പറയുന്നത്. ഇതിനെ ബാക്ക് ബോൺ എന്നും അറിയപ്പെടുന്നു. The animal with the backbones are called vertebrates, like humans, birds, and snakes. The animals with the backbones are called vertebrates, like humans, birds, and snakes. The animals with the backbone are called vertebrates, like humans, birds, and snakes. The animals with the backbone are called vertebrates, like humans, birds, and snakes. ഇതാണ് മനുഷ്യനെ പോലെയും അതുപോലെ ബേർഡ്സിനെ പോലെയും അനിമൽസിന് ബാക്ക് ബോൺ ഉള്ളതിനെയാണ് പറയുന്നത് വെർട്ടിബ്രേറ്റ്സ് എന്ന് പറയുന്നത്. എന്ന് പറയുന്നു വെർട്ടിബ്രേറ്റ്സ് എന്ന് പറയുന്നു. എന്താണ്? വെർട്ടിബ്രേറ്റ്സ് എന്ന് പറയുന്നു. എന്താണ് വെർട്ടിബ്രേറ്റ്സ്? എന്താണ് വെർട്ടിബ്രേറ്റ്സ് എന്ന് വെച്ചാ? The animals with the backbone are called vertebrates, like humans, birds, and snakes. മനുഷ്യനെ പോലെയും അതുപോലെ ബേർഡ്സിനെ പോലെയും എന്താണ് അനിമൽസിന് ബാക്ക് ബോൺ ഉള്ള അനിമൽസ് എന്താണ്? വെർട്ടിബ്രേറ്റ്സ് എന്ന് പറയുന്നത്. എന്താണ്? വെർട്ടിബ്രേറ്റ്സ് എന്ന് പറയുന്നു. The animals with the backbone are called vertebrates, like human, birds, and snakes. മനുഷ്യനെ പോലെയും പക്ഷിയെ പോലെയും അനിമലിന് എന്താണ് ബാക്ക് ബോൺ ഉള്ളതിനാണ് ഇത് പറയാ വെർട്ടിബ്രേറ്റ്സ് എന്ന് പറയുന്നത്. But there are certain living beings that do not have this backbone and are called invertebrates, like insects and flatworms. But there are certain living beings that do not have these backbones and are called invertebrates, like insects and flatworms. But there are certain living beings that do not have this backbone and are called invertebrates, like insects and flatworms. എന്നാൽ എന്താണ്? ചില ജീവജാലങ്ങൾക്ക് എന്താണ്? ചില ജീവജാലങ്ങൾക്കൊക്കെ തന്നെ ഈ ബാക്ക് ബോൺ ഇല്ല. അങ്ങനെയുള്ളവ എന്താ പറയുന്നത്? ഇൻവെർട്ടിബ്രേറ്റ്സ് എന്ന് പറയുന്നു. അതിനുള്ള എക്സാമ്പിൾ എന്തൊക്കെയാണ്? ഇൻസെക്ട്സ്.
പ്രാണികളും അതുപോലെ അതിന്റെ ഫ്ലാറ്റ് വേംസും അതുപോലെ ഇൻസെക്ട്സുമാണ് ഇതിനുള്ള എക്സാമ്പിൾ എന്ന് പറയുന്നത്. ഇൻവെർട്ടിബ്രേറ്റ്സിനുള്ള എക്സാമ്പിൾസ്. But there are certain living beings that do not have this backbone and are called invertebrates like insects and flatworms. But there are certain living beings that do not have this backbone and are called invertebrates like insects and flatworms. എന്നാൽ ചില ലിവിംഗ് ബീങ്സിനൊക്കെ തന്നെ ബാക്ക് ബോൺ ഇല്ല. അങ്ങനെയുള്ളവരെ പറയുന്നതാണ് എന്ത്? ഇൻവെർട്ടിബ്രേറ്റ്സ് എന്ന് പറയുന്നത്. ഏതൊക്കെയാണ് ഇതിനുള്ള എക്സാമ്പിൾ എന്ന് പറയുന്നത്? ഇൻസെക്ട്സും ഉണ്ട്, പിന്നെ ഫ്ലാറ്റ് വേംസ് ഉണ്ട്. ബോൺസ് ഓൾസോ ഗ്രോ. എല്ലുകൾ വളരുന്നു. ബോൺസ് ഓൾസോ ഗ്രോ. When we were a baby, we had 300 tiny bones in our body that were made up of a soft and flexible material called cartilage. When we were a baby, we had 300 tiny bones in our body that were made up of a soft and flexible material called cartilage. നമ്മൾ എല്ലാവരും കുഞ്ഞായിരിക്കുമ്പോ എന്താണ് തരുണാസ്ഥി എന്ന് പറയുന്നത്, ഇതാണ് കാർട്ടിലേജ് എന്ന് പറയുന്ന ഒരു മൃദുവായിട്ടുള്ളതും അതുപോലെ വഴക്കമുള്ളതുമായിട്ടുള്ള ഒരു പദാർത്ഥം കൊണ്ട് നിർമ്മിച്ച 300 ചെറിയ അസ്ഥികൾ നമ്മുടെ എല്ലാവരുടെയും ശരീരത്തിൽ ഉണ്ടായിരുന്നു. ഇതാണ് when we were a baby, we had 300 tiny bones in our body that were made up of a soft and flexible material called cartilage. നമ്മളെല്ലാവരും കുഞ്ഞായിരുന്നപ്പം എന്താണ് കാർട്ടിലേജ്, എന്തൊരു മെറ്റീരിയലാണ്? കാർട്ടിലേജ്. എന്താണ് കാർട്ടിലേജ്? എന്താണ്? നമ്മളെല്ലാവരും ചെറുതായിരുന്നപ്പോ, നമ്മളെല്ലാവരും കുഞ്ഞായിരുന്നപ്പോ എന്താണ്? നമ്മളെല്ലാവരും കുഞ്ഞായിരുന്നപ്പം കാർട്ടിലേജ് അഥവാ തരുണാസ്ഥി. എന്താണ്? നമ്മളെല്ലാവരും കുഞ്ഞായിരുന്നപ്പം കാർട്ടിലേജ് അല്ലെങ്കിൽ എന്താണ്? തരുണാസ്ഥി. കാർട്ടിലേജ് അല്ലെങ്കിൽ തരുണാസ്ഥി എന്ന് പറയുന്ന നല്ല മൃദുവായിട്ടുള്ള ഫ്ലെക്സിബിൾ വഴക്കമുള്ളതുമായിട്ടുള്ള ഒരു പദാർത്ഥം കൊണ്ട് എന്താണ് നിർമ്മിച്ച് ഏകദേശം 300ഓളം അസ്ഥികൾ നമ്മുടെ എല്ലാവരുടെയും ശരീരത്തിൽ ഉണ്ടായിരുന്നു. When we were a baby, we had 300 tiny bones in our body that were made up of a soft and flexible material called cartilage. നമ്മളെല്ലാവരും കുഞ്ഞായിരുന്നപ്പോ തരുണാസ്ഥി അല്ലെങ്കിൽ എന്താണ്? കാർട്ടിലേജ്. എന്താണ് കാർട്ടിലേജ് എന്ന് പറയുന്ന മൃദുവായിട്ടുള്ളതും അതുപോലെ വഴക്കമുള്ളതുമായിട്ടുള്ള ഒരു പദാർത്ഥം കൊണ്ട് നിർമ്മിച്ച 300ഓളം എത്ര അസ്ഥികളാണ് നമുക്കുണ്ടായിരുന്നത്? 300. എത്രയാണ്? 300. എത്രയാണ്? 300 അസ്ഥികൾ. 300ഓളം ചെറിയ അസ്ഥികൾ നമ്മുടെ എല്ലാവരുടെയും ശരീരത്തിൽ ഉണ്ടായിരുന്നു. നമ്മളെല്ലാവരും കുഞ്ഞായിരുന്നപ്പോ കാർട്ടിലേജ് അല്ലെങ്കിൽ എന്താണ്? തരുണാസ്ഥി കൊണ്ട് നിർമ്മിച്ച എന്താണ്? കാർട്ടിലേജ് അല്ലെങ്കിൽ തരുണാസ്ഥി എന്ന് വെച്ചാൽ അത് എങ്ങനെയാണുള്ളതായിരിക്കും? വളരെ മൃദുവും ഫ്ലെക്സിബിളുമായിട്ടുള്ള എന്താണ് പദാർത്ഥമായിട്ടുള്ള ഇതുകൊണ്ട് നിർമ്മിച്ച എന്താണ് 300ഓളം അസ്ഥികൾ നമ്മുടെ ഈ ശരീരത്തിൽ ഉണ്ടായിരുന്നു. എപ്പോഴായിരുന്നു? നമ്മള് കുഞ്ഞായിരുന്നപ്പോ നമ്മുടെ ശരീരത്തില് 300ഓളം ചെറിയ ചെറിയ അസ്ഥികൾ ഉണ്ടായിരുന്നു. As we grow, the cartilage is replaced by the strong and steady bone with the help of calcium. As we grow, the cartilage is replaced by strong and steady bone with the help of calcium. നമ്മൾ വളർന്ന് ഇങ്ങനെ വരുമ്പോ തരുണാസ്ഥിക്ക് പകരം ഈ കാർട്ടിലേജിന് പകരം എന്താണ്? കാൽസ്യത്തിന്റെ സഹായത്തോടെ ശക്തവും അതുപോലെ ഉറപ്പുള്ളതുമായിട്ടുള്ള അസ്ഥികൾ ഉണ്ടാകുന്നു. As we grow, the cartilage is replaced by strong and steady bone with the help of calcium. നമ്മളെല്ലാരും വളർന്നുകൊണ്ടിരിക്കുമ്പോ എന്താണ്? ഈ കാർട്ടിലേജിന്റെ സ്ഥാനത്ത്, തരുണാസ്ഥിയുടെ സ്ഥാനത്ത് കാൽസ്യത്തിന്റെ സഹായത്തോടു കൂടി വളരെ ശക്തവും ഉറപ്പുള്ളതുമായുള്ള അസ്ഥി നമുക്ക് ഉണ്ടാകുന്നു. Some of the cartilages fuse together to form a long bone. Some of the cartilages fuse together to form a longer bone. Bones constantly grow till the age of 25. By adulthood, we have 206 bones. Some of the cartilages fuse together to form a longer bone. Bones constantly grow till the age of 25. By adulthood, we have 206 bones.
എന്താണ്? ചില തരുണാസ്ഥികൾ, ചില കാർട്ടിലേജ്, ചില തരുണാസ്ഥികൾ ചേർന്ന് നീളമുള്ള അസ്ഥികൾ രൂപപ്പെടുന്നു. അതുപോലെ തന്നെ 25 വയസ്സ് വരെ അസ്ഥികൾ എന്താണ്? നിരന്തരം. നമുക്ക് എല്ലാവർക്കും 25 വയസ്സാകുന്നവരെ എന്താണ്? അസ്ഥികളെല്ലാം നിരന്തരമായിട്ട് വളർന്നുകൊണ്ടിരിക്കുന്നു. By adulthood we have 206 bones. By adulthood we have 206 bones. നമ്മൾ അഡൽട്ട്ഹുഡിൽ എത്തുമ്പോ നമുക്ക് അഡൽട്ട്ഹുഡ് ആകുമ്പോ എന്താണ്? നമ്മളെല്ലാവരും അഡൽട്ട്ഹുഡിൽ എത്തുമ്പോ നമുക്ക് 206 അസ്ഥികൾ ഉണ്ടാവും. എത്ര അസ്ഥികളാണുള്ളത്? 206 ബോൺസ്. എത്രയാണ്? 206 ബോൺസ്. അപ്പൊ നമുക്ക് അഡൽട്ട്ഹുഡിൽ എത്ര ബോൺസ് ആണുള്ളത്? അഡൽട്ട്ഹുഡ് എത്തുമ്പോ നമുക്ക് 206 ബോൺസ് ഉണ്ടാവും. നമ്മള് അഡൽട്ട്ഹുഡിൽ എത്തുമ്പോ നമുക്ക് 206 അസ്ഥികളാണ് ഉള്ളത്. എന്നാൽ നമ്മൾ ചൈൽഡ് ആയിരിക്കുമ്പോ എത്ര ചെറിയ അസ്ഥികളുണ്ട്? 300. എത്രയാണ്? 300. നമ്മൾ ചെറുതായിരിക്കുമ്പോ നമുക്ക് 300 അസ്ഥികളാണ് ഉള്ളത്. നമ്മള് കുഞ്ഞായിരിക്കുമ്പോ നമുക്ക് 300 അസ്ഥികളുണ്ട്. എന്നാൽ നമ്മളെല്ലാം അഡൽട്ട്ഹുഡിൽ എത്തുമ്പോ എത്ര ആയിരിക്കും? നമുക്ക് 206 അസ്ഥികളാണ് ഉള്ളത്. 206 അസ്ഥികളാണ് എല്ലാവരും അഡൽട്ട്ഹുഡിൽ എത്തുമ്പോ ഉണ്ടാവുന്നത്. Some of the cartilages fuse together to form a longer bones. ചില തരുണാസ്ഥികളൊക്കെ ചേർന്ന് നല്ല നീളമുള്ള അസ്ഥികൾ രൂപപ്പെടുന്നു. ബോൺസ് കോൺസ്റ്റന്റ്ലി ഗ്രോ till the age of 25. 25 വയസ്സ് വരെ ബോൺസ് എന്ത് ചെയ്യുന്നു? നിരന്തരമായിട്ട് വളർന്നുകൊണ്ടിരിക്കുന്നു. By adulthood we have 206 bones. By adulthood we have എത്രയാണ്? 206 bones. adulthood എത്തുമ്പോ നമുക്ക് 206 അസ്ഥികളാണ് ഉള്ളത്. Inside the bones. Bones have hard, smooth and solid outer shell. Bones have hard, smooth and solid outer shell. എല്ലുകൾക്കുള്ളിൽ എന്താണ്? എല്ലുകൾക്ക് കടുപ്പമുള്ളതും അതുപോലെ മിനുസമാർന്നതും അതുപോലെ കട്ടിയുള്ളതുമായ പുറന്തോട് ഉണ്ട്. Bones have hard, smooth and solid outer shell. ബോൺസിലെല്ലാം തന്നെ എന്താണ്? എല്ലുകൾക്കുള്ളിലൊക്കെ തന്നെ നല്ല ഹാർഡായിട്ടും അതുപോലെ സ്മൂത്ത് ആയിട്ടും അതുപോലെ സോളിഡുമായിട്ടുള്ള ഒരു ഔട്ടർ ഷെല്ല് ഉണ്ടാകും. 70% of it is made up of calcium. ഇതിൽ 70% എല്ലുകൾ നിർമ്മിച്ചിരിക്കുന്നത് എങ്ങനെയാണ്? കാൽസ്യം വെച്ചിട്ടാണ്. 70% of it is made up of a calcium. 70% of it is made up of a calcium. 70% എല്ലുകളും എന്താണ്? കാൽസ്യം വെച്ചാണ് നിർമ്മിച്ചിട്ടുള്ളത്. Nerves and blood vessels are present on the surface of bone which provide nourishment to the bones tissue. എന്താണ്? ബോൺസിന്റെ ടിഷ്യൂകൾക്ക് നറിഷ്മെന്റ് നൽകുന്നതിനായിട്ട് ബോൺസിന്റെ ഉപരിതലത്തിൽ കുറെ ഞരമ്പുകളും അതുപോലെ രക്തക്കുഴലുകളൊക്കെ തന്നെ ഉണ്ട്. Under the hard surface, a sponge-like layer is present, which make the bones light in weight and give it strength. എന്താണ്? കഠിനമായ പ്രതലത്തിന് കീഴൊരു സ്പോഞ്ച് ഉണ്ടല്ലേ? ആ സ്പോഞ്ച് പോലെയുള്ള ഒരു പാളി ഇതിലുണ്ട്. ഇതെന്ത് ചെയ്യുന്ന? ഇത് എല്ലാ എല്ലുകൾക്കും ഭാരം കുറയ്ക്കുകയും എന്നാൽ കൂടുതൽ ബലം നൽകുകയും ചെയ്യുന്നു. Bones have hard, smooth and solid outer shell. എല്ലുകൾക്ക് എന്താണ്? നല്ല ഹാർഡും അതുപോലെ സ്മൂത്തും അതുപോലെ സോളിഡുമായിട്ടുള്ള ഒരു ഔട്ടർ ഷെല്ലാണ് ഉള്ളത്. 70% of it is made up of a calcium. 70% of it is made up of calcium. 70% എല്ലുകൾ നിർമ്മിച്ചിരിക്കുന്നത് എന്തുകൊണ്ടാണ്? കാൽസ്യം കൊണ്ടാണ്. എന്തുകൊണ്ടാണ്? കാൽസ്യം. എന്താണ്? 70% ബോൺസും നിർമ്മിച്ചിരിക്കുന്നത് എന്തുകൊണ്ടാണ്? കാൽസ്യം കൊണ്ടാണ്. എന്തുകൊണ്ടാണ്? കാൽസ്യം കൊണ്ടാണ് 70% ബോൺസും നിർമ്മിച്ചിട്ടുള്ളത്. Nerves and blood vessels are present on the surface of bone which provide nourishment to the bones tissue. ബോൺസിന്റെ ടിഷ്യൂകൾക്ക് നറിഷ്മെന്റ് നൽകുന്ന ബോൺസിന്റെ ടിഷ്യൂവിന് നറിഷ്മെന്റ് നൽകുന്ന ബോൺസിന്റെ ഉപരിതലത്തിൽ എന്താണ്? ബോൺസിന്റെ ടിഷ്യൂകൾക്ക് നറിഷ്മെന്റ് നൽകാനായിട്ട് ബോൺസിന്റെ ഉപരിതലത്തിൽ ഞരമ്പുകളും അതുപോലെ രക്തക്കുഴലുകളൊക്കെ തന്നെ ഉണ്ട്. Under the hard surface, a sponge-like layer is present, which make the bone light in weight and give it strength. കഠിനമായ പ്രതലത്തിന് കീഴിൽ സ്പോഞ്ച് പോലെയുള്ള ഒരു പാലുണ്ട്.
ഇതെന്ത് ചെയ്യുന്നു? എല്ലിന് ഭാരം കുറയ്ക്കുകയും എന്നാൽ കൂടുതൽ ബലം നൽകുകയും ചെയ്യുന്നു. A jelly-like substance called marrow is present in the middle of the bones. അസ്ഥികളുടെ മധ്യഭാഗത്തായിട്ട് എന്താണ്? ആ ജെല്ലി പോലെ നിർമ്മിച്ചിട്ടുള്ള ഒരു പദാർത്ഥമുണ്ട്. ഇതിന് എന്ത് പറയുന്നത്? മാരോ എന്ന് പറയുന്നത്. എന്താണ് മാരോ എന്ന് പറയുന്നത്? എന്ന് പറയുന്നു മാരോ. എന്താണ് മാരോ എന്ന് പറയുന്ന എന്താണ്? ഒരു ജെല്ലി പോലുള്ള ഒരു പദാർത്ഥം ഇവിടെ ഉണ്ട്, അസ്ഥികളുടെ മധ്യഭാഗത്തായിട്ടുണ്ട്. എന്താണ് മാരോ എന്ന് വെച്ചാ? മജ്ജ. A jelly-like substance called marrow is present in the middle of the bones. ബോൺസിന്റെ മധ്യഭാഗത്തായിട്ട് കാണുന്ന ഒരു ജെല്ലി പോലുള്ള ഒരു പദാർത്ഥമാണ് എന്ത്? മാരോ എന്ന് പറയുന്നത്. എന്താണ് മാരോ? Special cell in bones marrow produce different types of blood cell. For example, white blood cell and red blood cell. Special cell in bone marrow produce different types of blood cell. For example, white blood cell and red blood cell. എന്താണ്? മജ്ജയിലെ പ്രത്യേക കോശങ്ങൾ വ്യത്യസ്ത തരത്തിലുള്ള രക്തകോശങ്ങളൊക്കെ ഉൽപ്പാദിപ്പിക്കുന്നു. Special cell in bones marrow produce different types of blood cell. For example, white blood cell and red blood cell. എന്താണ്? മജ്ജയിലെ പ്രത്യേക കോശങ്ങൾ വ്യത്യസ്ത തരത്തിലുള്ള രക്തകോശങ്ങളൊക്കെ ഉൽപ്പാദിപ്പിക്കുന്നത്. എന്തൊക്കെയാണ് എക്സാമ്പിൾ എന്ന് പറയുന്നത്? ഏതൊക്കെയാണ് എക്സാമ്പിൾ അതിന്? മജ്ജയിലെ പ്രത്യേക കോശങ്ങൾ വ്യത്യസ്ത തരത്തിലുള്ള രക്തകോശങ്ങൾ നിർമ്മിക്കുന്നത്. ഏതൊക്കെ ബ്ലഡ് സെല്ലാണ് നിർമ്മിക്കുന്നത് മജ്ജ? എന്താണ്? വൈറ്റ് ബ്ലഡ് സെല്ലും അതുപോലെ റെഡ് ബ്ലഡ് സെല്ലും. ഇതൊക്കെയാണ് വൈറ്റ് ബ്ലഡ് സെല്ല്, എന്താണ്? വൈറ്റ് ബ്ലഡ് സെല്ലും അതുപോലെ റെഡ് ബ്ലഡ് സെല്ലുമാണ് നിർമ്മിക്കുന്നത്. Special cell in bones marrow produce different types of blood cell. For example, white blood cell and red blood cell. മജ്ജയിലെ പ്രത്യേക കോശങ്ങൾ വ്യത്യസ്ത തരത്തിലുള്ള രക്തകോശങ്ങളൊക്കെ ബ്ലഡ് സെല്ലൊക്കെ നിർമ്മിക്കുന്നു. ഏതൊക്കെ ബ്ലഡ് സെല്ലാണ് നിർമ്മിക്കുന്നത്? വൈറ്റ് ബ്ലഡ് സെല്ലും അതുപോലെ റെഡ് ബ്ലഡ് സെല്ലും. എന്താണ്? വൈറ്റ് ബ്ലഡ് സെല്ലും അതുപോലെ റെഡ് ബ്ലഡ് സെല്ലുമാണ് ഇത് നിർമ്മിക്കുന്നത്. മജ്ജയിലെ പ്രത്യേക കോശങ്ങൾ നിർമ്മിക്കുന്നു. അപ്പം ഇന്ന് പഠിപ്പിച്ച ഇത്രയും കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായോ? ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? അപ്പൊ നമുക്ക് ഈ ചാപ്റ്ററിലെ എക്സസൈസ് ചെയ്യാം. എല്ലാവരും ടെക്സ്റ്റ് ബുക്കില് പേജ് നമ്പർ 199 എടുത്തേ. എല്ലാവരും ടെക്സ്റ്റ് ബുക്ക് എടുത്തോ? പേജ് നമ്പർ 199. സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കിക്കേ. റൈറ്റ് ട്രൂ ഓർ ഫാൾസ്. ഇവിടെ എന്താണ്? സ്റ്റേറ്റ്മെന്റ് നൽകിയിട്ടുണ്ട് അല്ലേ? അത് ട്രൂ ആണോ ഫാൾസ് ആണോ എഴുതാനാണ് ചോദിച്ചിരിക്കുന്നത്. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് വായിച്ചു നോക്കിക്കേ. ബേബീസ് ഹാവ് 206 ബോൺസ്. കുട്ടികൾക്ക് 206 ബോൺസ് ഉണ്ട്. ട്രൂ ഓർ ഫാൾസോ? ഫാൾസ് അല്ലേ? ബേബീസിന് എത്ര ആണ് ഉള്ളത് ബോൺസ്? 300 ആണല്ലേ? അപ്പൊ ഇവിടെ എന്താണ്? ഫാൾസ് ആണ്. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് നോക്കിക്കേ. ജോയിന്റ്സ് ഗീവ് ഫ്ലെക്സിബിലിറ്റി ടു ദി സ്കെൽറ്റൻ. സ്കെൽറ്റന് ഫ്ലെക്സിബിലിറ്റി നൽകുന്നത് ജോയിന്റ്സ് ആണ്. ട്രൂ ഓർ ഫാൾസോ? ട്രൂ. തേർഡ് ക്വസ്റ്റ്യൻ നോക്കിക്കേ. അവർ ബോൺസ് ഓൾസോ വർക്ക് വിത്ത് അവർ ബോഡി സിസ്റ്റം. ട്രൂ ഓർ ഫാൾസോ? ട്രൂ. ഫോർത്ത് ക്വസ്റ്റ്യൻ നോക്കിക്കേ. സ്മാൾ ബോൺസ് ആർ പ്രസന്റ് ഇൻ ഇയേഴ്സ്. ചെവിയിലൊക്കെ ചെറിയ ചെറിയ അസ്ഥികൾ ഉണ്ട്. ട്രൂ ഓർ ഫാൾസോ? ട്രൂ. ആംഗിൾ ബോൺസ് ആർ ലോങ് ബോൺസ്. ആംഗിൾ ബോൺസ് ലോങ് ബോൺസ് ആണ്. ട്രൂ ഓർ ഫാൾസോ? ഫാൾസ്. Animals with a backbone are known as vertebrates. എന്താണ്? ബാക്ക് ബോൺസ് ഉള്ള ആനിമൽസിനെ പറയുന്നതാണ് വെർട്ടിബ്രേറ്റ്സ്. ട്രൂ ഓർ ഫാൾസോ? ട്രൂ. 70% of bones is made up of calcium. 70% ബോൺസും നിർമ്മിച്ചിരിക്കുന്നത് കാൽസ്യം കൊണ്ടാണ്. ട്രൂ ഓർ ഫാൾസോ? ട്രൂ. അടുത്ത സ്റ്റേറ്റ്മെന്റ് നോക്കിക്കേ. Teeth can repair themselves. ടീത്ത് സ്വയം തന്നെ റിപ്പയർ ചെയ്യാൻ പറ്റും. ട്രൂ ഓർ ഫാൾസോ? ഫാൾസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ. We should wear proper safety gear to protect our bones. True or false? True.
Deficiency of calcium leads to a bone disease called osteoporosis. True or false? True. Deficiency of calcium leads to a bone disease called osteoporosis. True or false? True. Choose the correct option. കഴിഞ്ഞ ബേസിക് സയൻസ് ക്ലാസ്സിൽ നമ്മൾ ചൂസ് ദി കറക്റ്റ് ഓപ്ഷനിൽ 5 ക്വസ്റ്റ്യൻ പഠിച്ചായിരുന്നില്ലേ? എല്ലാവർക്കും ഓർമ്മയുണ്ട് 5 ക്വസ്റ്റ്യൻസ്. ഇന്ന് നമുക്ക് ഈ 5 ക്വസ്റ്റ്യൻ ആറാമത്തെ ക്വസ്റ്റ്യൻ തൊട്ട് ഇന്ന് പഠിക്കാം. നോക്കിക്കേ, ആറാമത്തെ ക്വസ്റ്റ്യൻ. ബേബീസ് ഹാവ് ഡാഷ് കിനി ബോൺസ്. ബേബീസ് ഹാവ് ഡാഷ് കിനി ബോൺസ്. ബേബിക്ക് എത്ര കിനി ബോൺസ് ആണുള്ളത്? കുട്ടികൾക്ക് എത്ര ചെറിയ അസ്ഥികളാണുള്ളത്? 300. എത്രയാണ്? 300. 7th question നോക്കിക്കേ. As we grow, the cartilage is replaced by strong and steady dash. ഇതാണ് bones. ഇതാണ് as we grow, the cartilage is replaced by strong and steady bone. സ്റ്റഡിയും അതുപോലെ സ്ട്രോങ് ബോൺസുമാണ് എന്തിന്റെ സ്ഥാനത്ത് പിന്നീട് വരിക? വളരുമ്പം കാർട്ടിലേജിന്റെ സ്ഥാനത്ത് വരിക. 8ാമത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കേ. Bones have hard, smooth and solid dash shell. Bones have hard, smooth and solid dash shell. That answer outer. Bones have hard, smooth and solid outer shell. 9th question നോക്കിക്കേ. After every dash years we have a new skeleton. Answer എന്താണ്? 7. Next question നോക്കിക്കേ. Dash are important for healthy bones. എന്താണ്? Dash are important for healthy bones. നല്ല ആരോഗ്യമുള്ള ബോൺസിന് എന്താണ് ആവശ്യമായിട്ടുള്ളത്? കാൽസ്യം ആൻഡ് വിറ്റാമിൻ ഡി. അതാണ് കാൽസ്യവും വിറ്റാമിൻ ഡിയുമാണ് ആവശ്യമായിട്ടുള്ളത്. ഇനി നമുക്ക് ഈ ചാപ്റ്ററിലെ ആൻസർ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ് പഠിക്കാം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ആൻസർ ദ ഫോളോയിങ് ക്വസ്റ്റ്യനിൽ 4 ക്വസ്റ്റ്യൻ പഠിച്ചായിരുന്നില്ലേ? ഫസ്റ്റ് 4 ക്വസ്റ്റ്യൻ ആണ് നമ്മൾ പഠിച്ചത്. ഇന്ന് നമുക്ക് 5ാമത്തെ ക്വസ്റ്റ്യൻ പഠിക്കാം. നോക്കിക്കേ, 5ാമത്തെ ക്വസ്റ്റ്യൻ. Why should we wear proper protective gear? Why should we wear proper protective gear? എന്തിനാണ് നമ്മൾ പ്രോപ്പർ ആയിട്ടുള്ള പ്രൊട്ടക്റ്റീവ് ഗിയർ ഒക്കെ ധരിക്കുന്നത്? എന്തിനാണ്? To protect our bones from injury. To protect our bones from injury. ബോൺസിനെ ഇഞ്ചുറിയിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്യാനാണ് നമ്മൾ എന്ത് ധരിക്കുന്നത്? പ്രൊട്ടക്റ്റീവ് ഗിയേഴ്സ് ഒക്കെ ധരിക്കുന്നത്. 6th ക്വസ്റ്റ്യനും 7th ക്വസ്റ്റ്യനും 8th ക്വസ്റ്റ്യനും നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ പഠിക്കാം. അത് അടുത്ത ക്ലാസ്സിൽ അടുത്ത പോർഷൻ പഠിപ്പിച്ചിട്ട് ഈ 3 ക്വസ്റ്റ്യൻ നമുക്ക് പഠിക്കാം. 6th, 7th, 8th. ഇപ്പൊ നമുക്ക് 9th ക്വസ്റ്റ്യൻ അങ്ങ് പഠിക്കാം. Where are the longest and shortest bones in our body? Where are the longest and shortest bones in our body? നമ്മുടെ ശരീരത്ത് ലോങ്സ്റ്റും അതുപോലെ ഷോർട്ടസ്റ്റ് ബോൺസും ഏതൊക്കെയാണ്? Where are the longest and shortest bones in our body? ഏതൊക്കെയാണ്? ലോങ്സ്റ്റ് ബോൺ ഏതാണ്? ഫീമർ. ലോങ്സ്റ്റ് ബോൺ ഫീമർ. ഷോർട്ടസ്റ്റ് ബോൺ ഏതാണ്? ഇയർ ബോൺ. നമ്മുടെ ശരീരത്തിൽ ഏറ്റവും ലോങ്സ്റ്റ് ബോൺ ഏതാണ്? ലോങ്സ്റ്റ് ബോൺ ഫീമറും ഷോർട്ടസ്റ്റ് ബോൺ ചെറിയ ബോൺ ഏതാണ്? ഇയർ ബോൺ. ചെവിയിൽ നിന്നുള്ള അസ്ഥിയാണ് ഏറ്റവും ചെറിയ അസ്ഥി. 10th ക്വസ്റ്റ്യൻ നോക്കിക്കേ. What happens if we don't have joints in our skeleton? What happens if we don't have joints in our skeleton? നമ്മുടെ സ്കെൽറ്റനിൽ ജോയിന്റ്സ് ഇല്ലെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുക? എന്തായിരിക്കും? Joints provide flexibility to bones. Without them, we cannot move. Joints provide flexibility to bones. Without them, we cannot move. ഈ നമ്മുടെ ജോയിന്റ്സ് ആണ് എന്ത് നൽകുന്നത്? നമ്മുടെ സ്കെൽറ്റന് നല്ല ഫ്ലെക്സിബിലിറ്റി നൽകുന്നത്. Joints provide flexibility to bones. Without them, we cannot move. ബോൺസിന് ഫ്ലെക്സിബിലിറ്റി നൽകുന്നത് ജോയിന്റ്സ് ആണ്. അതുകൊണ്ട് തന്നെ ജോയിന്റ്സ് ഇല്ലെങ്കിൽ നമുക്ക് മൂവ് ചെയ്യാൻ ചലിക്കാൻ പറ്റില്ല. എന്താണ്? ബോൺസിന് നല്ല ഫ്ലെക്സിബിലിറ്റി നൽകുന്നത് എന്താണ്? ജോയിന്റ്സ് ആണ്. അതുകൊണ്ട് തന്നെ ജോയിന്റ്സ് ഇല്ലെങ്കിൽ നമുക്ക് മൂവ് ചെയ്യാൻ പറ്റില്ല. 11th ക്വസ്റ്റ്യൻ നോക്കിക്കേ. Give 2 examples of vertebrates and invertebrates. Give 2 examples of vertebrates and invertebrates. എന്തൊക്കെയാണ് എക്സാമ്പിൾ? വെർട്ടിബ്രേറ്റ് അനിമൽസ്.
ഡിയർ ആൻഡ് ലയൺ. വെർട്ടിബ്രേറ്റ്സ് അനിമൽസിനുള്ള എക്സാമ്പിൾ ആണ് എന്തൊക്കെ? ഡിയർ ആൻഡ് ലയൺ. മാനും സിംഹമാണ് വെർട്ടിബ്രേറ്റ്സ് അനിമൽസിനുള്ള എക്സാമ്പിൾ. ഇൻവെർട്ടിബ്രേറ്റ്സ് അനിമൽസിനുള്ള എക്സാമ്പിൾ എന്തൊക്കെയാണ്? ഇൻസെക്ട്സ് ആൻഡ് ക്രാബ്സ്. എന്തൊക്കെയാണ്? പ്രാണികളും അതുപോലെ ക്രാബ്സും. എന്താണ്? വെർട്ടിബ്രേറ്റ് അനിമൽസ് ഡിയർ ആൻഡ് ലയൺ. ഇൻവെർട്ടിബ്രേറ്റ്സ് അനിമൽസ് ഇൻസെക്ട്സ് ആൻഡ് ക്രാബ്സ്. വെർട്ടിബ്രേറ്റ്സ് അനിമൽസ് ഡിയർ ആൻഡ് ലയൺ. ഇൻവെർട്ടിബ്രേറ്റ്സ് അനിമൽസ് ഇൻസെക്ട്സ് ആൻഡ് ക്രാബ്സ്. അപ്പം ഈ ചാപ്റ്ററിന്റെ നോട്ട് ടീച്ചർ ഈ വീഡിയോടൊപ്പം ചേർത്തിട്ടുണ്ട്. എല്ലാവരും ഈ നോട്ട്ബുക്ക് എഴുതി എടുത്തിട്ട് ടീച്ചറിന് സെൻഡ് ചെയ്ത് തരണം. ഒപ്പം എല്ലാവരും പഠിച്ചത് വോയിസ് ഇട്ട് തരണം. അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യാം. താങ്ക് യു. ഗുഡ് മോർണിംഗ് മക്കളെ. ഗുഡ് മോർണിംഗ്. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചോ എല്ലാവരും? ഇനി നമുക്ക് കുറച്ച് മലയാളം പഠിച്ചാലോ? എല്ലാവരും ടെക്സ്റ്റ് നോട്ട്ബുക്കൊക്കെ എടുത്തോ? ഓക്കെ. അപ്പൊ നമ്മുടെ ടെക്സ്റ്റില് ഏത് പാഠമായിരുന്നു പഠിച്ചുകൊണ്ടിരുന്നത്? ഏത് പാഠമായിരുന്നു? സ്നേഹഗീത അല്ലേ? ആരുടേതായിരുന്നു നമ്മൾ പഠിച്ച കവിത? ആരുടേതാ? കുമാരനാശാന്റെ സ്നേഹഗീത എന്ന് പറയുന്ന കവിതയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്. അപ്പൊ ഈ സ്നേഹഗീത എന്ന് പറഞ്ഞാല് അത് ഏത് കുമാരനാശാന്റെ ഏത് കൃതിയിൽ വരുന്നതായിരുന്നു? ചണ്ടാല ഭിക്ഷുകി അല്ലേ? ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാ. കുമാരനാശാന്റെ ചണ്ടാല ഭിക്ഷുകി എന്ന് പറയുന്ന വളരെ പ്രശസ്തമായ കൃതിയിലെ കുറച്ച് വരികളാണ് സ്നേഹഗീതയിലൂടെ നമ്മൾ പഠിച്ചത് അല്ലേ? എന്താ? സ്നേഹമാണ് ലോകത്തിന്റെ എല്ലാം. ലോകം ഉദിക്കുന്നത് തന്നെ സ്നേഹത്തിൽ നിന്നാണ്. അതുപോലെ തന്നെ ലോകത്തിന്റെ ഐശ്വര്യവും സ്നേഹത്തിൽ നിന്ന് തന്നെയാണ്. സ്നേഹമാണ് നമ്മുടെ ലോകത്തിന്റെ ശക്തി എന്ന് പറഞ്ഞാൽ സ്നേഹമാണ്. സ്നേഹം സ്വയം എല്ലാവർക്കും ആനന്ദം നൽകുന്നു അല്ലേ? നമ്മള് സ്നേഹമാണ് എല്ലാത്തിന്റെയും ആധാരം. സ്നേഹമില്ലെങ്കിൽ അവിടെ മരണം സംഭവിക്കുന്നു. സ്നേഹമുണ്ടെങ്കിൽ എത്ര വലിയ നരകമായാലും അവിടെ നമുക്കൊരു സ്വർഗത്തിന്റെ ദ്വീപുണ്ടാക്കാം. ഓക്കെ, അല്ലെങ്കിൽ സ്വർഗത്തിന്റെ ഒരു വീട് നമുക്ക് പണിതുയർത്താം. പിന്നെ നമ്മൾ എന്തോ പറഞ്ഞത്? അമ്മയുടെ നെഞ്ചിൽ നിന്ന് വരുന്ന ആ ഒരു ചുടു ചോരയാണ് നമ്മുടെ അമ്മിഞ്ഞ പാല്. അതെന്താണ്? അതിനെ പോലും ആ ഒരു ചുടു ചോരയെ പോലും അത്രയും മഹത്വം അമൃതാക്കി മാറ്റുന്ന അത്രയും മഹത്വമുള്ള ഒന്നാണ് നമ്മുടെ സ്നേഹം എന്ന് പറയുന്നത്. കുമാരനാശാന്റെ ചണ്ടാല ഭിക്ഷുകിയിലെ കുറച്ച് വരികളാണ് സ്നേഹഗീതയിലൂടെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്. അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ ടീച്ചർ വിശദമായിട്ട് പറഞ്ഞു തന്നെയായിരുന്നു അല്ലേ? അതിന്റെ പഠന പ്രവർത്തനങ്ങളാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. അതിൽ നമ്മൾ പകരംപദം പഠിച്ചു. വൃദ്ധി എന്തായിരുന്നു പകരംപദം? ഐശ്വര്യ, ഉയർച്ച. ജഗത്തിൽ എന്തായിരുന്നു? ലോകത്തിൽ. വ്യാഹതി, പരാജയം. ഗേഹം, ഗൃഹം, വീട്. പടുത്വം, സാമർഥ്യം. നെഞ്ഞത്, നെഞ്ച്. ചെഞ്ചോര, ചുവന്ന ചോര. ഓതുന്നു, പറയുന്നു. മൈത്രി, മിത്രഭാവം. ഓക്കെ. അപ്പൊ അടുത്ത വിപരീതപദം ടീച്ചർ ചോദിക്കാൻ നിങ്ങൾ ടീച്ചറിന് പറഞ്ഞു തരാം. ഓക്കെ. ഉദിക്കുക എന്തായിരുന്നു വിപരീതപദം? അസ്തമിക്കുക. വൃദ്ധി, ക്ഷയം. മരണം, ജനനം. എല്ലാവരും മറന്നുപോയോ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതൊക്കെ? അടുത്ത പര്യായപദങ്ങൾ. വീട്, വീടിന്റെ പര്യായപദം പറഞ്ഞു തന്നെ ടീച്ചറിന്. വീടിൻ്റെത് ആലയം, ഗൃഹം, മന്ദിരം. നെക്സ്റ്റ് ലോകം. ലോകത്തിന്റെ പര്യായപദങ്ങൾ പറഞ്ഞേ. ജഗത്ത്, ഭുവനം, വിശ്വം. ഓക്കെ. നെക്സ്റ്റ് വൺ സ്വർഗം. സ്വർഗത്തിൻ്റെതോ? നാഗം, സുരലോകം, പരലോകം. പിന്നെ നമ്മൾ എന്താ പഠിച്ചത്? നാനാർത്ഥപദം എഴുതാൻ പഠിച്ചു. സ്നേഹത്തിന്റെ നാനാർത്ഥപദം എഴുതി. എന്തൊക്കെയാണ്? എണ്ണ, ഇഷ്ടം. നെക്സ്റ്റ് നമ്മൾ ചേർത്ത് എഴുതാൻ പഠിച്ചു ഇല്ലേ? നിന്ന്, അധികം, ഉദിക്കുന്നു. നമ്മൾ എങ്ങനെ ചേർത്തെഴുതി? നിന്നുദിക്കുന്നു. അത് കഴിഞ്ഞ് താൻ, അധികം, ആനന്ദം. നമ്മൾ എങ്ങനെ ചേർത്തെഴുതി? താനാനന്ദം. പിന്നെ ചെം പ്ലസ് ചോര എങ്ങനെ ചേർത്തെഴുതി? ചെഞ്ചോര. ഓക്കെ. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്. സ്നേഹഗീത കവിത നമ്മൾ വായിച്ചു, അതിന്റെ അർത്ഥം നമ്മൾ പറഞ്ഞു. പിന്നെ പകരപദം പഠിച്ചു, വിപരീത പദം എഴുതാൻ പഠിച്ചു, പര്യായപദം പഠിച്ചു, നാനാർത്ഥപദം എഴുതി ചേർത്തെഴുതി. ഓക്കെ. ഇനി നമുക്ക് കുറച്ച് കാര്യങ്ങളൂടെ പഠിക്കാനുണ്ട്. നമുക്ക് ഇന്ന് പഠിക്കാം. എല്ലാവരും റെഡിയല്ലേ? ഓക്കെ. ഇന്ന് നമ്മൾ നോക്കുന്നത് പൂരിപ്പിച്ചെഴുതുക. കണ്ടോ? സ്നേഹത്താൽ
ഡാഷ് നേടുന്നു. സ്നേഹത്താൽ എന്ത് നേടുന്നു എന്നാണ് നമ്മുടെ കവിതയിൽ പറഞ്ഞത്? സ്നേഹത്താൽ എന്ത് നേടുന്നു? വൃദ്ധി. എന്ത് നേടുന്നു? വൃദ്ധി. സ്നേഹത്താൽ വൃദ്ധി നേടുന്നു. വൃദ്ധി എന്ന് വെച്ചാൽ എന്ത് വരുന്നു? ഐശ്വര്യം, അല്ലെ, ഉയർച്ച എന്നൊക്കെ നമ്മൾ പഠിച്ചു. അപ്പൊ സ്നേഹത്താൽ ഡാഷ് നേടുന്നു. ആ ഡാഷിൽ നമ്മൾ എന്ത് എഴുതണം? വൃദ്ധി. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സ്നേഹം താൻ ഡാഷ്. സ്നേഹം താൻ എന്താണ്? സ്നേഹം തന്നെയാണ് എല്ലാം എന്ന് പറഞ്ഞു. ജഗത്തിന്റെ എന്താന്ന് പറഞ്ഞു? സ്നേഹം താൻ ശക്തി. രണ്ടാമത്തെ ഡാഷിൽ നമ്മൾ എന്ത് എഴുതും? ശക്തി. നെക്സ്റ്റ്, സ്നേഹ വ്യാഹതി തന്നെ ഡാഷ്. അല്ലേ, സ്നേഹം ഇല്ലെങ്കിൽ അവിടെ എന്ത് സംഭവിക്കുന്നു എന്ന് പറഞ്ഞു? എന്ത് സംഭവിക്കുന്നു? മരണം. സ്നേഹമില്ലെങ്കിൽ അവിടെ മരണമാണ് സംഭവിക്കുന്നത്. അപ്പൊ ആ ഡാഷിലേക്ക് നമ്മൾ എന്തെഴുതും? മരണം. നെക്സ്റ്റ് വൺ, ചെഞ്ചോരയെ തന്നെ അമ്മിഞ്ഞ ഡാഷ്. അപ്പൊ ചെഞ്ചോര എന്ന് പറയുന്ന ആ അമ്മിഞ്ഞ എന്താക്കി മാറ്റുന്നു നമ്മൾ പറഞ്ഞു? എന്താക്കി മാറ്റുന്നു? തൂവമൃതാക്കും. അല്ലെ, എന്താക്കി മാറ്റുന്നു? തൂവമൃതാക്കും. എന്താക്കി മാറ്റുന്നു? തൂവമൃതാക്കും. ഓക്കെ, ക്ലിയർ ആയോ? നമ്മൾ എന്തൊക്കെ പറഞ്ഞു? സ്നേഹത്താൽ ഡാഷ് നേടുന്നു. സ്നേഹത്താൽ എന്ത് നേടുന്നു? വൃദ്ധി. സ്നേഹത്താൽ വൃദ്ധി നേടുന്നു. നെക്സ്റ്റ് വൺ, സ്നേഹം താൻ ഡാഷ്. സ്നേഹം താൻ എന്താണ്? ശക്തി. അടുത്തത്, സ്നേഹവ്യാഹതി തന്നെ ഡാഷ്. സ്നേഹവ്യാഹതി തന്നെ മരണം. പിന്നോ, ചെഞ്ചോരയെ തന്നെ അമ്മിഞ്ഞ ഡാഷ്. ചെഞ്ചോരയെ തന്നെ അമ്മിഞ്ഞ തൂവമൃതാക്കും. ഓക്കെ, പൂരിപ്പിച്ച് എഴുതുക. മനസ്സിലായേ? അടുത്ത നമ്മൾ നോക്കുന്നത് ഉത്തരം എഴുതുക. കണ്ടോ? ഇതിൽ ആദ്യത്തെ ക്വസ്റ്റ്യൻ കണ്ടോ? ലോകം വൃദ്ധി തേടുന്നത് എപ്പോൾ? എപ്പോഴാ ലോകം വൃദ്ധി തേടുന്നത്? ലോകത്തിന് ഐശ്വര്യം അല്ലെങ്കിൽ ഉയർച്ച ഉണ്ടാകുന്നത് എപ്പോഴാ? ലോകം വൃദ്ധി തേടുന്നത് എപ്പോഴാ? നിങ്ങൾ പറഞ്ഞാൽ ടീച്ചർ എപ്പോഴാ? സ്നേഹം കൊണ്ട് മാത്രമാണ് ലോകം അഭിവൃദ്ധി നേടുന്നത്. നമ്മൾ ലോകം വൃദ്ധി തേടുന്നത് എപ്പോൾ എന്ന് ചോദിച്ചാൽ നമ്മൾ എന്ത് ഉത്തരം എഴുതും? സ്നേഹം കൊണ്ട് മാത്രമാണ് ലോകം അഭിവൃദ്ധി നേടുന്നത്. എന്താണ് ആൻസർ? സ്നേഹം കൊണ്ട് മാത്രമാണ് ലോകം അഭിവൃദ്ധി നേടുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ജഗത്തിന്റെ ശക്തി എന്താണ്? നമ്മൾ പഠിച്ചപ്പോൾ പറഞ്ഞു ലോകത്തിന്റെ അല്ലെങ്കിൽ ജഗത്തിന്റെ ശക്തി എന്താണ്? സ്നേഹം തന്നെയാണ് ജഗത്തിന്റെ ശക്തി. നമ്മൾ ഉത്തരം എന്തെഴുതും? സ്നേഹം തന്നെയാണ് ജഗത്തിന്റെ ശക്തി. അടുത്ത ക്വസ്റ്റ്യൻ, മൈത്രി നമ്മോട് ഓതുന്നത് എന്ത്? എന്തായിരുന്നു മൈത്രി നമ്മോട് ഓതുന്നത്? നമ്മൾ പഠിച്ചതാ അല്ലേ? മൈത്രി നമ്മോട് ഓതുന്നത് എന്താണ്? എന്താ? അമ്മയുടെ നെഞ്ചിലെ ഞരമ്പുകളിലെ ചോരയാണ് അമ്മിഞ്ഞ എന്ന അമൃത. ആ ഒരു കാര്യമല്ലേ മൈത്രി നമ്മളോട് പറയുന്നത്? എന്താണ്? അമ്മയുടെ നെഞ്ചിലെ ഞരമ്പുകളിലെ ചോരയാണ് അമ്മിഞ്ഞ എന്ന അമൃത. അപ്പൊ അതിനെ പോലെ എന്ത് ചെയ്യുന്നു? അല്ലെ, ആ ഒരു അമ്മിഞ്ഞയെ പോലും അമൃതാക്കുന്നതാണ് എന്ത്? സ്നേഹം. അപ്പൊ മൈത്രി നമ്മോട് ഓതുന്നത് എന്ത് എന്ന ചോദ്യത്തിന് നമ്മൾ എങ്ങനെ ഉത്തരം എഴുതും? പറഞ്ഞേ നിങ്ങള്. എങ്ങനെ എഴുതും? അമ്മയുടെ നെഞ്ചിലെ ഞരമ്പുകളിലെ ചോരയാണ് അമ്മിഞ്ഞ എന്ന അമൃത്. അമ്മയുടെ നെഞ്ചിലെ ഞരമ്പുകളിലെ ചോരയാണ് അമ്മിഞ്ഞ എന്ന അമൃത്. അപ്പൊ ആ ഉത്തരമാണ് നമ്മൾ എഴുതുന്നത്. ഉത്തരം എഴുതുകയിൽ ആദ്യത്തെ ക്വസ്റ്റ്യൻ, ലോകം വൃദ്ധി തേടുന്നത് എപ്പോൾ? നമ്മൾ എന്തുത്തരം എഴുതും? സ്നേഹം കൊണ്ട് മാത്രമാണ് ലോകം അഭിവൃദ്ധി നേടുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ജഗത്തിന്റെ ശക്തി എന്ത്? എന്താണ്? സ്നേഹം തന്നെയാണ് ജഗത്തിന്റെ ശക്തി. അടുത്ത ക്വസ്റ്റ്യൻ, മൈത്രി നമ്മോട് ഓതുന്നത് എന്ത്? എന്താണ്? അമ്മയുടെ നെഞ്ചിലെ ഞരമ്പുകളിലെ ചോരയാണ് അമ്മിഞ്ഞ എന്ന അമൃത്. ഓക്കെ, ഇനി വിശദീകരിക്കുക. കണ്ടോ, അതിലൊരു 2 ക്വസ്റ്റ്യൻ കിടപ്പുണ്ട്. നമുക്കൊന്ന് നോക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ, ഈ ലോകത്ത് സ്നേഹം എന്തെല്ലാം എന്നാണ് കവി പറയുന്നത്? അപ്പൊ സ്നേഹത്തെ കുറിച്ച് അല്ലെങ്കിൽ സ്നേഹം ലോകത്തിൽ എന്തൊക്കെയാണെന്നാണ് കവി നമ്മോട് പറഞ്ഞത്. എന്തൊക്കെയാണ്? സ്നേഹത്തിൽ നിന്ന് ലോകം ഉദിക്കുന്നു. നമ്മൾ പറഞ്ഞൂല്ലേ, സ്നേഹത്തിൽ നിന്നാണ് ലോകം ഉദിക്കുന്നത്. ലോകം എന്ത് ചെയ്യുന്നു? അഭിവൃദ്ധി നേടുന്നതും സ്നേഹത്തിൽ നിന്ന് തന്നെ. ജഗത്തിന്റെ ശക്തിയാകുന്നു അല്ലെ, സ്നേഹം ജഗത്തിന്റെ ശക്തിയാകുന്നു എന്ന് കവി പറയുന്നു. സ്വയം ആനന്ദത്തെ നൽകുന്നു. സ്നേഹം എല്ലാവർക്കും സ്വയം എന്ത് ചെയ്യുന്നു? ആനന്ദം നൽകുന്നുണ്ട്. ജീവിതത്തിന്റെ അടിത്തറയും സ്നേഹം തന്നെയാണ് അല്ലെ. എല്ലാവരുടെയും ജീവിതത്തിന്റെ അടിത്തറ എന്താണ്? സ്നേഹം തന്നെയാണ്.
സ്നേഹമില്ലായ്മ എന്നത് മരണാവസ്ഥയിലാകുന്നു. നമ്മൾ പറഞ്ഞു അല്ലേ, സ്നേഹം എവിടെ ഇല്ലാതാവുന്നു അവിടെ മരണം ഉണ്ടാകുന്നു. നരകമാകുന്ന ദ്വീപിൽ സ്വർഗം പണിയുന്നത് സ്നേഹമാകും. നമ്മൾ പറഞ്ഞു സ്നേഹം ഉണ്ടെങ്കിൽ ഏതൊരു നരകത്തിൽ നമുക്ക് എന്ത് ചെയ്യാം, സ്വർണം കൊണ്ടൊരു വീട് പണിയാം. അമ്മയുടെ നെഞ്ചിലെ ഞരമ്പിൽ തുടിക്കുന്ന ചോരയെ അമ്മിഞ്ഞ പാലാക്കി മാറ്റുന്ന അല്ലെങ്കിൽ അമ്മിഞ്ഞ പാലാകുന്ന അമൃതാക്കി മാറ്റുന്നതും ആരാണ്? നമ്മുടെ സ്നേഹം തന്നെയാണ്. അപ്പം സ്നേഹം എന്തെല്ലാമാണെന്നാണ് കവി നമ്മോട് പറഞ്ഞത്. സ്നേഹത്തിൽ നിന്ന് ലോകം ഉദിക്കുന്നു, അഭിവൃദ്ധി നേടുന്നു, ജഗത്തിന്റെ ശക്തിയാകുന്നു സ്നേഹം. സ്വയം ആനന്ദത്തെ നൽകുന്നു. ജീവിതത്തിന്റെ അടിത്തറയും സ്നേഹം തന്നെ. സ്നേഹമില്ലായ്മ എന്നത് മരണാവസ്ഥയിലാകുന്നു. നരകമാകുന്ന ദ്വീപിൽ സ്വർഗം പണിയുന്നത് സ്നേഹമാണ്. അമ്മയുടെ നെഞ്ചിലെ ഞരമ്പിൽ തുടിക്കുന്ന ചോരയെ അമ്മിഞ്ഞപ്പാലാക്കി മാറ്റുന്ന അമൃതാണ് സ്നേഹം. ഓക്കെ, അപ്പൊ അതിന്റെ ആൻസർ നമുക്ക് കിട്ടിയേ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കുമാരനാശാനെ സ്നേഹഗായകൻ എന്ന് വിളിക്കുന്നത് എന്തുകൊണ്ട്? അപ്പൊ നമ്മള് ഈ ഒരു കവിത പഠിക്കുന്നതിന് മുമ്പ് ടീച്ചർ ഇൻട്രൊഡക്ഷൻ പറഞ്ഞപ്പോൾ പറഞ്ഞായിരുന്നു അല്ലേ, കുമാരനാശാനെ നമ്മൾ സ്നേഹഗായകൻ എന്നും വിളിക്കുന്നു. ഓർമ്മയുണ്ടോ നിങ്ങൾക്കത്? ടീച്ചർ പറഞ്ഞത് ഈ പാഠം പഠിക്കുന്നതിന് മുമ്പ് ടീച്ചർ ചെറിയ ഇൻട്രൊഡക്ഷൻ തന്നു അല്ലേ, കുമാരനാശാനെ കുറിച്ചും ചണ്ടാല ഭിക്ഷുകിയെ കുറിച്ചും ഒക്കെ ചെറിയ ഇൻട്രൊഡക്ഷൻ തന്നപ്പോൾ ടീച്ചർ പറഞ്ഞായിരുന്നു കുമാരനാശാനെ നമ്മള് സ്നേഹഗായകൻ എന്നാണ് വിളിക്കുന്നത്. അപ്പൊ അങ്ങനെ വിളിക്കാൻ കാരണം എന്ത്? നമുക്ക് തന്നേക്കുന്ന ക്വസ്റ്റ്യൻ ആണ്, കുമാരനാശാനെ സ്നേഹഗായകൻ എന്ന് വിളിക്കാനുള്ള കാരണം എന്ത് അല്ലേ? എന്താണ്? സ്നേഹഗായകനാണ് കുമാരനാശാൻ. കുമാരനാശാന്റെ എല്ലാ കൃതികളിലും തന്നെ എന്താ, സ്നേഹിക്കുന്നവർക്ക് വേണ്ടി എന്ത് ത്യാഗം സഹിക്കാനും തയ്യാറായ കഥാപാത്രങ്ങളെയാണ് നമ്മൾ കാണുന്നത്. കുമാരനാശാന്റെ മറ്റു ചില കൃതികളാണ് നളിനി, ലീല, കരുണ തുടങ്ങിയ കൃതികള്. അപ്പൊ ഈ കൃതികളിലെല്ലാം നായികമാർ എന്താണ്? സ്നേഹത്തിന്റെ പര്യായങ്ങളാണ്. സ്നേഹം ത്യാഗത്തിലെ ഫലസിദ്ധി കൈവരൂ. അപ്പൊ സ്നേഹം ത്യാഗത്തിലെ എന്താണ്, ത്യാഗം ചെയ്യുമ്പോഴേ അവിടെ സ്നേഹത്തിന്റെ ആ ഒരു ഫലസിദ്ധി നമുക്ക് കൈവരൂ എന്നാണ് ആശാൻ കൃതികളിലുടനീളം നമ്മൾ കാണുന്നത്. സമസ്ത ജീവികളോടുള്ള സഹാനുഭൂതിയും നാം ജീവിക്കുന്ന ലോകത്തോടുള്ള സ്നേഹവും ഉത്തേജിപ്പിക്കുന്നവയാണ് ആശാൻ കൃതികൾ. അപ്പൊ ആശാന്റെ കൃതികൾ എങ്ങനെയുള്ളതാണ്? ഈ ലോകത്തിലെ എല്ലാ ജീവികളോടും എന്തുണ്ട്? നമ്മളെല്ലാവരും സ്നേഹം സഹാനുഭൂതിയും ഉള്ളവരായിരിക്കണം. അപ്പൊ നമുക്ക് ചുറ്റുമുള്ള ജീവികളോടായാലും നമ്മൾ ജീവിക്കുന്ന ലോകത്തോടായാലും നമുക്ക് എന്താണ്, ഒരു സ്നേഹവും സഹാനുഭൂതിയും ഉണ്ടായിരിക്കണം. അപ്പൊ ഈ ഒരു തോന്നൽ ഉളവാക്കുന്നവയാണ് നമ്മുടെ ആശാന്റെ എല്ലാ കൃതികളും അല്ലേ. സ്നേഹത്തിന് വേണ്ടി ദാഹിക്കുന്നവരും അതിനായി തന്നെ ആത്മത്യാഗം ചെയ്യുന്നവരുമാണ് ആശാന്റെ മുഖ്യ കഥാപാത്രങ്ങൾ. നമ്മുടെ കുമാരനാശാന്റെ നളിനി, ലീല, കരുണ, അതേപോലെ ഇപ്പൊ നമ്മൾ പറഞ്ഞ എന്താണ് നമ്മുടെ ഈ ഒരു ചണ്ടാല ഭിക്ഷുകി, ദുരവസ്ഥ, ഇത് ഏത് കൃതി എടുത്താലും അതിലെല്ലാം സ്നേഹത്തിനാണ് കുമാരനാശാൻ പ്രാധാന്യം നൽകുന്നത്. ഒന്നുകിൽ സ്നേഹത്തിന് വേണ്ടി അല്ലെ ആത്മത്യാഗം ചെയ്യുന്ന കഥാപാത്രങ്ങളായിരിക്കും, അല്ലെങ്കിൽ സ്നേഹത്തിന് വേണ്ടി ദാഹിക്കുന്ന കഥാപാത്രങ്ങളായിരിക്കും. അപ്പൊ ഇങ്ങനെയുള്ള കഥാപാത്രങ്ങളാണ് നമുക്ക് ആശാന്റെ കൃതികളിൽ കൂടുതലും കാണാൻ കഴിയുന്നതും. സ്നേഹത്തെ കുറിച്ച് തന്നെയായിരിക്കും ആശാന്റെ എന്താണ് കവിതകളിലെ മുഖ്യ പ്രമേയം എന്ന് പറയുന്നത്. അപ്പൊ ഈ ഇത്രയും കാര്യങ്ങൾ കൊണ്ട് നമ്മൾ എന്ത് വിളിക്കുന്നു? കുമാരനാശാനെ സ്നേഹഗായകൻ എന്ന് വിളിക്കുന്നു. കുമാരനാശാന്റെ എല്ലാ കൃതികളിലും അദ്ദേഹം സ്നേഹത്തിനാണ് പ്രാധാന്യം കൊടുക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള കഥാപാത്രങ്ങളാണ് അദ്ദേഹം എഴുതുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് വിളിക്കുന്നു? കുമാരനാശാനെ സ്നേഹഗായകൻ എന്ന് പറയുന്നു. അപ്പൊ കുമാരനാശാനെ സ്നേഹഗായകൻ എന്ന് വിളിക്കുന്നത് എന്തുകൊണ്ട്? ഇതിൽ നമ്മൾ എന്ത് ഉത്തരം എഴുതണം? സ്നേഹഗായകനാണ് കുമാരനാശാൻ. കുമാരനാശാന്റെ എല്ലാ കൃതികളിലും തന്നെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി എന്ത് ത്യാഗം സഹിക്കാനും തയ്യാറായ കഥാപാത്രങ്ങളെ കാണാം. നളിനി, ലീല, കരുണ തുടങ്ങിയ കൃതികളിലെല്ലാം നായികമാർ സ്നേഹത്തിന്റെ പര്യായങ്ങളാണ്. സ്നേഹം ത്യാഗത്തിലെ ഫലസിദ്ധി കൈവരൂ എന്ന് ഈ ആശാൻ കൃതികളിലുടനീളം നമുക്ക് കാണാം. സമസ്ത ജീവികളോടുള്ള സഹാനുഭൂതിയും നാം ജീവിക്കുന്ന ലോകത്തോടുള്ള സ്നേഹവും ഉത്തേജിപ്പിക്കുന്നവയാണ് ആശാൻ കൃതികൾ. സ്നേഹത്തിന് വേണ്ടി ദാഹിക്കുന്നവരും അതിനായി തന്നെ ആത്മത്യാഗം ചെയ്യുന്നവരുമാണ് ആശാന്റെ മുഖ്യ കഥാപാത്രം. അപ്പൊ ഈ ഗാനങ്ങളെല്ലാം കൂടി നമ്മൾ കുമാരനാശാനെ എന്തെന്ന് വിളിക്കുന്നു? സ്നേഹഗായകൻ എന്ന് വിളിക്കുന്നു. ഇപ്പൊ 2 ക്വസ്റ്റ്യനേ ഉള്ളായിരുന്നു. ഈ ലോകത്ത് സ്നേഹം എന്തെല്ലാം എന്നാണ് കവി പറയുന്നത്. കുമാരനാശാനെ സ്നേഹഗായകൻ എന്ന് വിളിക്കുന്നത് എന്തുകൊണ്ട്? അപ്പൊ ഇതുകൂടെ ആയപ്പോഴത്തേക്കും നമ്മുടെ സ്നേഹഗീത എന്ന് പറയുന്ന പാഠം തീർന്നിട്ടുണ്ട്. അപ്പൊ തന്നെ ഇന്ന് പഠിപ്പിച്ച എക്സസൈസ് എന്തൊക്കെയാ? പൂരിപ്പിച്ചെഴുതുക, ഉത്തരം എഴുതുക, വിശദീകരിക്കുക. പൂരിപ്പിച്ചെഴുതുകയുടെ സ്നേഹത്താൽ
ഡാഷ് നേടുന്നു. എന്താണ്? വൃദ്ധി, സ്നേഹം ഡാഷ് ശക്തി, സ്നേഹവ്യാഹാരം തന്നെ ഡാഷ് മരണം, ചെഞ്ചോരെ തന്നെ അമ്മിഞ്ഞ ഡാഷ് തൂവവൃതാക്കും. പിന്നെ 4 ക്വസ്റ്റ്യൻസ്. ഓക്കെ, അപ്പം ഇന്ന് പഠിപ്പിച്ച എന്തെങ്കിലും സംശയം ഉണ്ടോ മക്കൾക്ക്? ഇന്ന് പഠിപ്പിച്ച ഇത്രയും നോട്ട്സ് ടീച്ചർ വീഡിയോയുടെ ബാക്കിൽ ഉൾപ്പെടുത്തിയേക്കാം. നിങ്ങൾ നോട്ട്സ് എഴുതി എടുക്കണം, എന്നിട്ട് അത് ടീച്ചറിന് സെൻഡ് ചെയ്യണം. അതുപോലെ നിങ്ങളത് റീഡ് ചെയ്യുന്ന പഠിക്കുന്ന വോയിസ് മെസ്സേജ് ടീച്ചറിന് സെൻഡ് ചെയ്ത് തരണം. എന്നിട്ട് നിങ്ങൾ ഈ എഴുതുന്ന നോട്ട്സ് എഴുതുന്ന കാര്യങ്ങൾ തന്നെ നിങ്ങളുടെ കോപ്പിറൈറ്റ് ബുക്കിലും എഴുതി പഠിക്കണം കേട്ടോ. അത് ടീച്ചറിന് സെൻഡ് ചെയ്ത് തരണം. ഓക്കെ, ഡൗട്ട് ഒന്നുമില്ലെങ്കിൽ നമുക്ക് ക്ലാസ് കണ്ടു ചെയ്യാം. ഓക്കെ, താങ്ക് യു. എടുക്കാൻ പോകുന്നത് പുതിയ ചാപ്റ്റർ ആയിട്ടുള്ള ചാപ്റ്റർ 8 ഹമാര ദേശ്. ഹമാര ദേശ് എന്നുള്ള പുതിയൊരു പാഠമാണ് ടീച്ചറിന്റെ എടുക്കാനായിട്ട് പോകുന്നത്. ഹമാര ദേശ് എന്ന് പറഞ്ഞ എന്താണ്? നമ്മളുടെ രാജ്യം അല്ലെ. നമ്മുടെ രാജ്യം ഏതാണ്? നമ്മുടെ രാജ്യം ഏതാണെന്ന് എല്ലാവർക്കും അറിയാം അല്ലേ? ഇന്ത്യ അല്ലേ. അപ്പൊ നമുക്ക് പഠിച്ചു തുടങ്ങാം. റെഡിയാണോ എല്ലാവരും? ഇപ്പൊ ടെക്സ്റ്റ് ബുക്ക് എടുക്കുക, പേജ് നമ്പർ 31, ചാപ്റ്റർ 8 हमारा देश. ओके, भारत हमारा देश है. यह पुराना और विशाल देश है. इसके उत्तर में ऊंचा हिमालय पर्वत है. दक्षिण में हिंद महासागर है. भारत को हिंदुस्तान भी करते हैं अले. ओके, भारत हमारा देश है അല്ലെ. നമ്മളുടെ ദേശം നമ്മുടെ ഭാരതം അല്ലെ. നമ്മുടെ ഭാരതം നമ്മുടെ ഇന്ത്യ അല്ലെ. നമ്മുടെ ദേശം എന്ന് പറഞ്ഞാൽ ഏതാണ്? നമ്മുടെ ഇന്ത്യയാണ് നമ്മുടെ രാജ്യം അല്ലെ. യഹ പുരാണ ഓർ വിശാല ദേശി. ഇതെന്ന് പറഞ്ഞാൽ എന്താണ്? ഒരുപാട് പുരാണമായിട്ടുള്ള അല്ലെ, ഒരുപാട് പഴയ അല്ലെ, ഒരുപാട് പുരാണങ്ങൾ അല്ലെ ഉള്ള, അതുപോലെ ഒരു വളരെ വിശാലമായിട്ടുള്ള ഒരു രാജ്യമാണ് നമ്മളുടെ ഭാരതം, നമ്മുടെ ഇന്ത്യ. इसके उत्तर में ऊंचा ഹിമാലയ പർവ്വത അല്ലെ. അതിന്റെ നമ്മുടെ ഈ ഭാരതത്തിന്റെ അല്ലെങ്കിൽ നമ്മുടെ ദേശത്തിന്റെ എന്താണ് വടക്ക് ഭാഗത്തായിട്ട് എന്തുണ്ട്? ഉയർന്ന ഒരു കൊടുമുടി പോലെ സ്ഥിതി ചെയ്യുക. നമ്മളെ ഒരുപാട് കാര്യങ്ങളിൽ നിന്ന് നമ്മളെ സംരക്ഷിക്കുന്ന ഒരു കൊടുമുടി പോലുള്ള ഒരു പർവ്വതം, ഹിമാലയ പർവ്വതം സ്ഥിതി ചെയ്യുന്നു. ദക്ഷിണമേം ഹിന്ദ് മഹാസാഗർ അല്ലെ. തെക്ക് അല്ലെ, വടക്ക് ഹിമാലയ പർവ്വതവും നമ്മുടെ തെക്ക് എന്താണ്? ഹിന്ദ് മഹാസാഗർ അല്ലെ, ഇന്ത്യൻ മഹാസമുദ്രവും സ്ഥിതി ചെയ്യുന്നു അല്ലെ. നമ്മുടെ ഇതിന്റെ വടക്ക് ഭാഗത്തായിട്ട് ഹിമാലയ പർവ്വതവും തെക്ക് ഭാഗത്തായിട്ട് ഇന്ത്യൻ മഹാസമുദ്രവും സ്ഥിതി ചെയ്യുന്നു. ഭാരത് കോ ഹിന്ദുസ്ഥാൻ ഭി കഹത്തെ ഹൈ അല്ലെ. നമ്മുടെ ഇന്ത്യയെ ഹിന്ദുസ്ഥാൻ എന്ന പേരിലും വിളിക്കുന്നു അല്ലെ. ഭാരത് കോ ഹിന്ദുസ്ഥാൻ ഭി കഹത്തെ ഹൈ. നമ്മുടെ ഇന്ത്യയെ അല്ലെ എന്ത് പറയുന്നു? ഹിന്ദുസ്ഥാൻ എന്ന പേരിലും അറിയപ്പെടുന്നു അല്ലെ. അപ്പോ ഭാരത് ഹമാര ദേശ് ഹേ. यह पुराण और विशाल देश है. इसके उत्तर में ऊंचा हिमालय पर्वत है. दक्षिण में हिंद महासागर है. भारत को हिंदुस्तान भी कहते हैं. അതായത് അവിടെ പറഞ്ഞിരിക്കുന്ന എന്താണ്? ഉത്തർമേം ഊഞ്ച ഹിമാലയ പർവ്വതം എന്ന് പറഞ്ഞാൽ വടക്കു ഭാഗത്തെ ഹിമാലയ പർവ്വതവും ദക്ഷിണ അല്ലെ തെക്കു ഭാഗത്തായിട്ട് എന്ത്? ഇന്ത്യൻ മഹാസമുദ്രവും സ്ഥിതി ചെയ്യുന്നു കേട്ടോ. അടുത്തത് ഭാരത് के पूरब पश्चिम और दक्षिण में समुद्र है. इसे इस प्रायद्वीप भी कहते हैं. गंगा, यमुना, महानदी, गोदावरी, कृष्णा, कावेरी, तुंगभद्रा, नर्मदा आदि हमारे देश की प्रसिद्ध और पवित्र नदियां हैं. इन नदियों के किनारे बड़े-बड़े शहर बसे हैं. अदायद भारत के पूरब पश्चिम और दक्षिण में समुद्र है. നമ്മുടെ ഇന്ത്യയുടെ എന്താണ്? പൂരബ് എന്ന് പറഞ്ഞാൽ കിഴക്ക് വശത്തും, അതുപോലെ പശ്ചിമ പടിഞ്ഞാറ് ഭാഗത്തും, ഓർ ദക്ഷിണ അല്ലെ തെക്ക് ഭാഗത്തും എന്താണ്? സമുദ്രം അല്ലെ. സമുദ്രം അതായത് കടൽ, സമുദ്രം സ്ഥിതി ചെയ്യുന്നുണ്ട്. इसलिए इस प्रायद्वीप के कहते हैं. ഇതുകൊണ്ട് തന്നെ എന്താണ് ഇതിനെ ഉപദ്വീപ് എന്ന് വിളിക്കുന്നു അല്ലെ. 3 ഭാഗവും വെള്ളത്താൽ ചുറ്റപ്പെട്ട
ചുറ്റപ്പെട്ട് കിടക്കുന്നത്. അതാണ് ഉപദ്വീപ് എന്ന് പറയുന്നത് അല്ലെ. എന്താണ് നമ്മുടെ ഇന്ത്യയുടെ കിഴക്ക് ഭാഗത്തും പടിഞ്ഞാറ് ഭാഗത്തും തെക്കു ഭാഗത്തും മഹാസമുദ്രങ്ങളാണ് സ്ഥിതി ചെയ്യുന്നത് അല്ലെ. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് പറയും, ഇതിന്റെ ഉപദ്വീപ് എന്ന പേരിൽ അറിയപ്പെടുന്നു. അതുപോലെ ഗംഗ, യമുന, മഹാനദി, ഗോദാവരി, കൃഷ്ണ, കാവേരി, തുംഗഭദ്ര, നർമ്മദ आदि हमारे देश की प्रसिद्ध और पवित्र नदियां है. നമ്മുടെ ഇന്ത്യയിലെ പ്രസിദ്ധമായിട്ടുള്ള അല്ലെങ്കിൽ വളരെ പുണ്യ നദികൾ എന്നറിയപ്പെടുന്ന നദികൾ ഏതൊക്കെയാണ്? ഗംഗാ നദി, യമുന, മഹാനദി, ഗോദാവരി, കൃഷ്ണ, കാവേരി, തുംഗഭദ്ര, നർമ്മദ തുടങ്ങിയ നദികളെല്ലാം നമ്മുടെ ഇന്ത്യയിലെ പ്രസിദ്ധമായിട്ടുള്ള പുണ്യ നദികൾ എന്ന പേരിലുമാണ് ഇവയെ അറിയപ്പെടുന്നത്. इन नदियों के किनारे बड़े बड़े शहर बसे हैं അല്ലെ. ഈ നദികളുടെ തീരത്തെല്ലാം എന്തുണ്ട്? പ്രസിദ്ധമായിട്ടുള്ള എന്തുണ്ടെന്നാണ് പറയുന്നത്? ഷഹർ, സിറ്റി അല്ലെ, നഗരങ്ങളൊക്കെ സ്ഥിതി ചെയ്യുന്നു. അപ്പോ ആ ഒരു പാരഗ്രാഫ് ഒന്നുകൂടെ വായിക്കാം. भारत के पूरब, पश्चिम और दक्षिण में समुद्र है, इसलिए इस प्रायद्वीपी कहते हैं അല്ലെ. നമ്മുടെ ഇന്ത്യയുടെ കിഴക്ക് വശത്തും പടിഞ്ഞാറ് വശത്തും തെക്കു വശത്തും സമുദ്രങ്ങളാൽ ചുറ്റപ്പെട്ടിട്ടുണ്ട്. അതിനാൽ തന്നെ ഇവയെ ഉപദ്വീപ് എന്ന പേരിൽ വിളിക്കുന്നു. ഗംഗ, യമുന, മഹാനദി, ഗോദാവരി, കൃഷ്ണ, കാവേരി, തുംഗഭദ്ര, നർമ്മദ ആദി ഹമാരി ദേശ് की പ്രസിദ്ധ और പവിത്ര നദിയാമി. ഈ പറയുന്ന നദികളെല്ലാം നമ്മുടെ ഇന്ത്യയിലെ വളരെ പ്രസിദ്ധമായിട്ടുള്ള അല്ലെങ്കിൽ വളരെ പവിത്രമായിട്ടുള്ള പുണ്യമായിട്ടുള്ള നദികൾ എന്ന പേരിലാണ് ഇവയെ അറിയപ്പെടുന്നത്. इन नदियों के किनारे बड़े बड़े शहर बसे हैं. ഷഹർ മീൻസ് സിറ്റി എന്നാണ് കേട്ടോ. അതായത് വലിയ വലിയ എന്താണ് നഗരങ്ങൾ അല്ലെ. ഒരുപാട് നഗരങ്ങളൊക്കെ ഈ നദിയുടെ തീരങ്ങളിൽ സ്ഥിതി ചെയ്യുന്നുണ്ട്. അടുത്തത് ഹമാരെ ദേശ് की राजधानी दिल्ली है. दिल्ली, कोलकाता, चेन्नई, हैदराबाद, मुंबई और बेंगलुरु हमारे देश के महानगर है. भारत में कई भाषाएं बोली जाती हैं. അതായത് ഹമാര ദേശ് की राजधानी दिल्ली है. രാജധാനി എന്ന് പറഞ്ഞാൽ തലസ്ഥാനമാണ്. നമ്മുടെ ഇന്ത്യയുടെ തലസ്ഥാനം എന്ന് പറയുന്നത് ഏതാണ്? ഡൽഹിയാണ് അല്ലേ. അപ്പൊ അതവിടെ പറയുന്നത് ഹമാര ദേശ് की രാജധാനി ദില്ലി है. നമ്മുടെ ഇന്ത്യയുടെ തലസ്ഥാന നഗരം എന്ന് പറയുന്നത് ദില്ലിയാണ് അല്ലേ. ദില്ലി, കൊൽക്കത്ത, ചെന്നൈ, ഹൈദരാബാദ്, മുംബൈ और बेंगलुरु ഹമാര ദേശ് की മഹാനഗർ ഹെ അല്ലെ. നമ്മുടെ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട മെട്രോപൊളിറ്റൻ നഗരങ്ങൾ അല്ലെ. മെട്രോപൊളിറ്റൻ നഗരങ്ങൾ എന്നൊക്കെ അറിയപ്പെടുന്ന വലിയ വലിയ നഗരങ്ങൾ ഏതൊക്കെയാണ്? കൊൽക്കത്ത, ചെന്നൈ, ഹൈദരാബാദ്, മുംബൈ ആൻഡ് ബാംഗ്ലൂർ. ഇവയൊക്കെ നമ്മുടെ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട മെട്രോപൊളിറ്റൻ നഗരങ്ങളാണ്. ഭാരത് മേം കൈ ഭാഷയെ ബോലി ജാതി അല്ലെ. നമ്മുടെ ഇന്ത്യയിൽ എന്താണ്? പല 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 ഭാഷകളാണ് ആളുകൾ സംസാരിക്കുന്നത് അല്ലെ. നമുക്കറിയാം നമ്മുടെ കേരളത്തിൽ മലയാളം സംസാരിക്കുന്നു, തമിഴ്നാട്ടിൽ തമിഴ് സംസാരിക്കുന്നു അല്ലെ. അങ്ങനെ ഹിന്ദി സംസാരിക്കുന്നുണ്ട്, പഞ്ചാബി സംസാരിക്കുന്നുണ്ട് അല്ലെ. അപ്പോൾ ഇങ്ങനെ ഓരോ സ്ഥലങ്ങളിലെ ആളുകളും എന്താണ് ഓരോ പ്രത്യേക ഭാഷകളാണ് സംസാരിക്കുന്നതാണ്. പഞ്ചാബ് മേം പഞ്ചാബി, ബംഗാൾ മേം ബംഗാളി, ആസാം മേം ആസാമി, പിന്നെ ഒറീസ മേം ഒറിയ, മഹാരാഷ്ട്ര മേം മറാഠി, ഗുജറാത്ത് മേം ഗുജറാത്തി, ആന്ധ്രാപ്രദേശ് മേം തെലുങ്കു, തമിഴ്നാട് മേം തമിഴ്, കർണാടക മേം കന്നഡ, കേരൾ മേം മലയാളം और उत्तर भारत में हिंदी बोली जाती है. അതായത് ഓരോ സ്ഥലത്തെയും സംസാരിക്കുന്ന ഓരോ എന്താണ് സ്റ്റേറ്റ്സ് അല്ലെ സംസ്ഥാനങ്ങളിലെയും ആളുകൾ സംസാരിക്കുന്ന ഭാഷകളാണ് പറയുന്നത്. ഫസ്റ്റ് പറഞ്ഞിരിക്കുന്ന പഞ്ചാബ് അല്ലെ. പഞ്ചാബിലെ ആളുകൾ സംസാരിക്കുന്ന ഭാഷയാണ് പഞ്ചാബി അല്ലെ. പിന്നെ ബംഗാളിൽ ആളുകൾ താമസിക്കുന്നതാണ് എന്താണ് ബംഗാളി, നമ്മൾ പറയും ബംഗാളി. പിന്നെ ആസാമിലെ ആളുകൾ സംസാരിക്കുന്നതാണ് ആസാമിയ അല്ലെ. ആസാമിലെ ആളുകൾ സംസാരിക്കുന്ന ആസാം. ഒറീസ അല്ലെ. ഒറീസയിലെ ആളുകൾ സംസാരിക്കുന്ന ഭാഷയാണ് ഒറിയ. എന്താണ് ഒറിയ. പിന്നെ മഹാരാഷ്ട്രയിലെ ആളുകൾ സംസാരിക്കുന്ന ഭാഷയാണ് മറാഠി. മഹാരാഷ്ട്രയിലെ ആളുകൾ സംസാരിക്കുന്ന ഭാഷ മറാഠി. ഗുജറാത്ത് അല്ലെ. ഗുജറാത്തിലെ ആളുകൾ സംസാരിക്കുന്ന ഭാഷ ഗുജറാത്തി. പിന്നെ ആന്ധ്രാപ്രദേശിലെ ആളുകൾ സംസാരിക്കുന്നതാണ് തെലുങ്ക് അല്ലെ. തെലുങ്കു. തമിഴ്നാടിലെ ആളുകൾ സംസാരിക്കുന്നതാണ് തമിഴ് അല്ലെ. തമിഴ് ഭാഷ. പിന്നെ കർണാടകയിലെ ആളുകൾ
സംസാരിക്കുന്നതാണ് കന്നഡ അല്ലെ, കന്നഡ. പിന്നെ നമ്മുടെ കേരളത്തിലെ ആളുകൾ സംസാരിക്കുന്നത് എന്താണ്? മലയാളം. ദെൻ ഓർ ഉത്തർ ഭാരത്. ഉത്തർ ഭാരത് എന്ന് പറഞ്ഞാൽ ഉത്തരേന്ത്യയിലെ ആളുകൾ എന്താണ്? ഹിന്ദി ബോലി ജാതി. മറ്റു ആളുകൾ കൂടുതലും സംസാരിക്കുന്ന ഹിന്ദി ഭാഷയാണ്. ഉത്തരേന്ത്യയിലെ ആളുകൾ കൂടുതലും സംസാരിക്കുന്ന ഭാഷ ഹിന്ദി അല്ലേ. അപ്പോൾ അത് നിങ്ങളൊന്ന് ജസ്റ്റ് അണ്ടർലൈൻ ചെയ്ത് പെൻസിലോട്ട് അണ്ടർലൈൻ ചെയ്ത് ഒന്ന് ഓർത്തിരിക്കുക കേട്ടോ. അപ്പോൾ ഒന്നുകൂടെ അത്രയും വായിക്കാം ആ പാരഗ്രാഫ്. ഹമാര ദേശ് കി രാജധാനി ദില്ലി കി. നമ്മുടെ ഇന്ത്യയുടെ തലസ്ഥാന നഗരം എന്ന് പറയുന്നത് ഡൽഹിയാണ്. ദില്ലി, കൊൽക്കത്ത, ചെന്നൈ, ഹൈദരാബാദ്, മുംബൈ ഓർ ബാംഗ്ലൂർ ഹമാരെ ദേശ് കെ മഹാനഗർ കെ. അല്ലെ നമ്മുടെ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട മെട്രോപൊളിറ്റൻ നഗരങ്ങൾ എന്നൊക്കെ അറിയപ്പെടുന്ന ഏതാണ്? കൊൽക്കത്ത, ചെന്നൈ, ഹൈദരാബാദ്, മുംബൈ, ബാംഗ്ലൂർ തുടങ്ങിയവയാണ്. ഭാരത് മേം കൈ ഭാഷായേം ബോലി ജാത്തി ഹൈ. അല്ലെ നമ്മുടെ ഇന്ത്യയിലെ ഓരോ സ്ഥലങ്ങളിലെയും ആളുകൾ സംസാരിക്കുന്നത് ഓരോരോ പ്രത്യേക ഭാഷകളാണ്. പഞ്ചാബ് മേം പഞ്ചാബി, ബംഗാൾ മേം ബംഗാളി, ആസാം മേം അസമിയ, ഒറീസ മേം ഒറിയ, മഹാരാഷ്ട്ര മേം മറാഠി, ഗുജറാത്ത് മേം ഗുജറാത്തി, ആന്ധ്രാപ്രദേശ് മേം തെലുഗു, തമിഴ്നാട് മേം തമിഴ്, കർണാടക മേം കന്നഡ, കേരള മേം മലയാളം और उत्तर भारत में हिंदी बोली जाती है. ഉത്തരേന്ത്യയിലെ ആളുകൾ കൂടുതലും ഹിന്ദി ഭാഷയിൽ സംസാരിക്കുന്നു. മനസ്സിലായല്ലോ? അടുത്ത പാരഗ്രാഫ്. उत्तर भारत में गेहूं अधिक खाया जाते हैं तो दक्षिण भारत में चावल भी हमारे विचार एक है. അതായത് उत्तर भारत में गेहूं अधिक खाया जाता है तो दक्षिण भारत में चावल. അതായത് ഉത്തരേന്ത്യയിലെ ആളുകൾ കൂടുതലും അവരുടെ ഭക്ഷണത്തിന് വേണ്ടിയിട്ട് അവർ ഉപയോഗിക്കുന്നത് ഗോതമ്പാണ്. അതാണ് അവിടെ ഗോഹൂം എന്ന് പറഞ്ഞ എന്താണ്? വീറ്റ്, ഗോതമ്പ്. ഗോതമ്പാണ് കൂടുതൽ ഉത്തരേന്ത്യയിലെ ആളുകൾ എന്താണ് ഭക്ഷണത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതെങ്കിൽ തോ ദക്ഷിണ അതായത് തെക്കു ഭാഗത്ത് ദക്ഷിണേന്ത്യയിലെ ആളുകൾ കൂടുതലും അല്ലെ നമ്മളൊക്കെ എന്താണ് കൂടുതലും ആഹാരത്തിന് വേണ്ടി ഉപയോഗിക്കുന്നത് അരി അല്ലെ, അരിയാണല്ലേ. അതായത് ചാവൽ എന്ന് പറഞ്ഞാൽ എന്താണ്? റൈസ്, അരി കേട്ടോ. ചാവൽ എന്ന് പറഞ്ഞാൽ റൈസ്. അപ്പൊ ഉത്തരേന്ത്യയിലെ ആളുകൾ കൂടുതലും ഗോതമ്പും ദക്ഷിണേന്ത്യയിലെ ആളുകൾ കൂടുതൽ റൈസ്, അരിയുമാണ് അവരുടെ ഭക്ഷണത്തിന് വേണ്ടി ഉപയോഗിക്കുന്നത്. ഹമാരെ ദേശ് മേം ഹിന്ദു, മുസ്ലിം, സിഖ്, ഇസായി ആദി കൈ ധർമ്മ കെ ലോക് രഹത്തെ ഹൈ. അല്ലെ നമ്മുടെ ഇന്ത്യയിൽ എന്താണ് ഒരുപാട് മതങ്ങളിൽ ഉള്ള ആളുകൾ താമസിക്കുന്നുണ്ട്. ഹിന്ദുക്കളുണ്ട്, മുസ്ലിംസ് ഉണ്ട്, ക്രിസ്ത്യൻസ് ഉണ്ട്, സിഖ് മതത്തിലുള്ള അങ്ങനെ ഒരുപാട് മതവിശ്വാസികൾ നമ്മുടെ ഇന്ത്യയിൽ എന്ത് ചെയ്യുന്നുണ്ട്? താമസിക്കുന്നുണ്ട്. ഭാഷ, खान पान, वेशभूष आदि में भिन्नता होने के बावजूद भी हमारा विचार एक അല്ലെ. ഇത്തരത്തില് ഒരുപാട് ഭാഷകൾ സംസാരിക്കുന്ന ആളുകളുണ്ട്. അതുപോലെ എന്താണ് ഖാൻ പാൻ അല്ലെ ഒരു ഭക്ഷണത്തിന്റെ രീതിയിൽ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. അതുപോലെ വേഷഭൂഷൺ അതായത് വസ്ത്രധാരണത്തിൽ അല്ലെ ഒരുപാട് ആളുകൾ ഒരുപാട് നമ്മുടെ ഇന്ത്യയിൽ ഒരുപാട് രീതിയിലുള്ള എന്താണ് ഡ്രസ് സ്റ്റൈലാണ് അല്ലെ. അതായത് നമ്മുടെ ഇവിടെ കൂടുതലും നമ്മള് കുർത്താസും അതുപോലെ സാരിയും ഒക്കെ ആണെങ്കിൽ അങ്ങോട്ടും ഒരുപാട് സ്ഥലങ്ങളിൽ ചെല്ലുന്നതിനനുസരിച്ച് അവരുടെ ഭാഷയിലാണെങ്കിലും ഭക്ഷണത്തിന്റെ രീതിയിലാണെങ്കിലും ഡ്രസ്സിന്റെ സ്റ്റൈലാണെങ്കിലും ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്? മാറുന്നുണ്ട് അല്ലെ. ഒരുപാട് രീതിയിലുള്ള ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മുടെ ഇന്ത്യയിലെ ഓരോ സ്ഥലങ്ങളിലുള്ള ആളുകളിലും ഉള്ളത്. പക്ഷേ എങ്കിലും എന്താണ് ഇവരുടെ ഒക്കെ ചിന്തകൾ എന്താണ്? ഒന്നാണ്. നമ്മളെല്ലാവരും എന്താണ്? ഇന്ത്യക്കാരാണ് അല്ലെ എന്നൊരു ചിന്ത നമുക്ക് എപ്പോഴും ഉണ്ട് അല്ലെ. നമ്മുടെ ഇന്ത്യയിലുള്ള ആളുകൾ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ സ്വന്തം നമ്മുടെ രാജ്യത്തുള്ള ആളുകളാണ്. അതിപ്പോ ഭക്ഷണത്തിലെ വ്യത്യാസം ഉണ്ടെങ്കിലും സംസാരത്തിലെ ഭാഷയിലെ വ്യത്യാസം ഉണ്ടെങ്കിലും ഒക്കെ നമ്മളെല്ലാവരും എന്താണ്? ഇന്ത്യക്കാരാണ് അല്ലെ. അങ്ങനെ ഒരു ഒറ്റ വിചാരം നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ എന്തുണ്ട്? എപ്പോഴും ഉണ്ടായിരിക്കണം. ഹമാരെ ദേശ് കാ രാഷ്ട്രീയ ഭൂഷൺ കമൽ അല്ലെ. നമ്മുടെ ഇന്ത്യയുടെ ദേശീയ പുഷ്പം എന്ന് പറഞ്ഞ എന്താണ്? കമൽ. കമൽ എന്ന് പറഞ്ഞാൽ അറിഞ്ഞൂടെ? താമരയാണ് അല്ലെ. രാഷ്ട്രീയ പശു ബാധി അല്ലെ, മൃഗം അല്ലെ. നമ്മുടെ ഇന്ത്യയുടെ ദേശീയ മൃഗം എന്ന് പറഞ്ഞ എന്താണ്? കടുവയാണ് അല്ലെ. രാഷ്ട്രീയ പക്ഷി മോർഹി. രാഷ്ട്രീയ പക്ഷി എന്ന് പറഞ്ഞ എന്താണ്? ദേശീയ പക്ഷി ഏതാണ്? മയിൽ ആണല്ലേ. ഇനി എന്താ പറയുന്നത്? സൺ. അവിടെ പറഞ്ഞിരിക്കുന്നത് ഹിന്ദിയിൽ ഒന്ന് വായിക്കാം. 1947 എന്നുള്ളത് ഹിന്ദിയിൽ 1900 तक
ഈ ഡൗൺ അല്ലേ. അതായത് 1947 വരെ നമ്മുടെ ഇന്ത്യക്ക് എന്തുണ്ടായിരുന്നില്ല, സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നില്ല. അംഗ്രോസ് ശാസൻ കർത്തി അല്ലെ ബ്രിട്ടീഷുകാരുടെ അധീനതയിലൊക്കെ ആയിരുന്നു നമ്മുടെ ഇന്ത്യയുടെ ഭരണം. महात्मा गांधी जी जैसे नेताओं के प्रयास से भारत 15 अगस्त सन 1947 को आजाद हुआ. മഹാത്മാഗാന്ധിയെ പോലെയുള്ള സ്വാതന്ത്ര്യ സമര സേനാനികളുടെ പോരാട്ടത്തിന്റെ ഭാഗമായിട്ട് 1947 ഓഗസ്റ്റ് 15 നമ്മുടെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി അല്ലേ. എന്താ അവിടെ പറഞ്ഞത് ഒന്നുകൂടെ പറയാം. സൺ 1947 तक भारत आजाद नहीं था. അതായത് 1947 വരെ നമ്മുടെ ഇന്ത്യക്ക് എന്തുണ്ടായിരുന്നില്ല, സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നില്ല അല്ലെ. 47 ആകുന്നത് വരെ നമ്മുടെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നില്ല. അത് ബ്രിട്ടീഷുകാരുടെ അധീനതയിലായിരുന്നു, അവരുടെ കീഴിലായിരുന്നു ഭരണം. അംഗ്രോസ് ശാസൻ കർത്തേക്ക് അല്ലെ, അതായത് ബ്രിട്ടീഷുകാരുടെ ഒരു ഭരണത്തിന് കീഴിലായിരുന്നു എന്ത്, നമ്മളുടെ ഇന്ത്യയുടെ ഭരണം ഉണ്ടായിരുന്നത്. മഹാത്മാ ഗാന്ധിജി जैसे नेताओं के प्रयास से भारत 15 अगस्त 1947 को आजाद हुआ അല്ലെ. അദ്ദേഹത്തിന്റെ എന്താണ് ആ പ്രയത്നം, മഹാത്മാഗാന്ധിയെ പോലുള്ള മഹാന്മാരായിട്ടുള്ള ഒരുപാട് സ്വാതന്ത്ര്യ സമര സേനാനികളുടെ പരിശ്രമത്തിന്റെ ഫലമായിട്ടാണ് 1947 ഓഗസ്റ്റ് 15 നമ്മുടെ ഇന്ത്യക്ക് എന്ത് കിട്ടിയത്, സ്വാതന്ത്ര്യം കിട്ടിയത്. അപ്പൊ ഇത്രയാണ് നമ്മുടെ ഹമാര ദേശ് എന്നുള്ള ഒരു പാഠം. അപ്പം ആദ്യം തൊട്ട് ഇത്രയും നിങ്ങൾക്ക് ടീച്ചർ ഒന്ന് എന്ത് ചെയ്യാം, ഹിന്ദി അങ്ങ് വായിക്കുമ്പോൾ ടെക്സ്റ്റ് ബുക്ക് നന്നായിട്ട് നോക്കിയിരിക്കാം. भारत हमारा देश है, एक पुराना और विशाल देश है. इसके उत्तर में ऊंचा हिमालय पर्वत है, दक्षिण में हिंद महासागर है. भारत को हिंदुस्तान भी कहते हैं. हमारा देश की राजधानी दिल्ली है. दिल्ली, कोलकाता, चेन्नई, हैदराबाद, मुंबई और बैंगलोर हमारा देश के महानगर है अले. भारत में कई भाषाएं बोली जाती है. पंजाब में पंजाबी, बंगाल में बंगाली, आसाम में आसामिया, ओडिशा में ओड़िया, महाराष्ट्र में मराठी, गुजरात में गुजराती, आंध्र प्रदेश में तेलुगु, तमिलनाडु में तमिल, कर्नाटक में कन्नड़ा, केरल में मलयालम और उत्तर भारत में हिंदी बोली जाती है. उत्तर भारत में गेहूं अधिक उगाया जाते हैं, तो दक्षिण में भारत में चावल. हमारा देश में हिंदू, मुस्लिम, सिख, ईसाई आदि कई धर्म के लोग रहते हैं. भाषा, खान पान, वेशभूषा आदि में भिन्नता होने के बावजूद भी हमारे विचार एक है. हमारे देश के राष्ट्रीय पुष्प कमल है, राष्ट्रीय पशु बाघ है, राष्ट्रीय पक्षी मोर है. सन അത് നമ്മൾ വായിക്കുന്നത് എങ്ങനെയാണെന്ന് അറിയാലോ, ടീച്ചർ പറഞ്ഞു തരാം ഒന്നുകൂടെ. 1947 तक भारत आजाद नहीं था. അംഗ്രോസ് ശാസൻ करते थे. ബ്രിട്ടീഷുകാരുടെ അധീനതയിലായിരുന്നു നമ്മുടെ ഇന്ത്യയുടെ ഭരണം. महात्मा गांधी जी जैसे नेताओं के प्रयास से भारत 15 अगस्त 1947 को आजाद हुआ അല്ലെ. പത്രയാണ് നമ്മുടെ ഹമാര ദേശ് എന്നുള്ള ഈ ഒരു പാഠം. ഇനി അതിനകത്തുള്ള കുറച്ച് ഹിന്ദി വേർഡ്സും അതിന്റെ റിലേറ്റഡ് ആയിട്ടുള്ള ഇംഗ്ലീഷ് മീനിങ്സും ആണ് നമ്മുടെ താഴെ ബോക്സിൽ തന്നിട്ടുള്ളത്. ഫസ്റ്റ് പറഞ്ഞിരിക്കുന്ന ഹമാര. ഹമാര എന്ന് പറഞ്ഞാൽ ഹൗസ്, നമ്മളുടെ അല്ലെ. ദെൻ പുരാണ എന്ന് പറഞ്ഞാൽ ഓൾഡ്, പഴയതായിട്ടുള്ള അല്ലെ. നമ്മൾ പറഞ്ഞു പുരാണമായിട്ടുള്ള ഒരുപാട് പഴയ വിശാലമായിട്ടുള്ളൊരു ഭാരതമാണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ പുരാണ എന്ന് പറഞ്ഞാൽ ഓൾഡ്. പിന്നെ ഊർജ എന്ന് പറഞ്ഞാൽ ഹൈ അല്ലെ, വളരെ ഉയരത്തിലുള്ള അല്ലെങ്കിൽ വളരെ പൊക്കത്തിലുള്ള എന്നുള്ളതാണ് ഹൈ. പിന്നെ നദി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം റിവർ അല്ലെ. പിന്നെ ഷഹർ എന്ന് പറഞ്ഞാൽ സിറ്റി, നഗരങ്ങൾ അല്ലെ, സിറ്റി. ദെൻ ഗോഹം എന്ന് പറഞ്ഞാൽ വീറ്റ്, ഗോതമ്പ് അല്ലെ. നമ്മൾ പറഞ്ഞു ഉത്തരേന്ത്യയിലുള്ള ആളുകൾ കൂടുതൽ ഗോതമ്പാണ് കഴിക്കുന്നത് അല്ലെ, ഗോതമ്പ്, വീറ്റ്. പിന്നെ ചാവൽ എന്ന് പറഞ്ഞാൽ റൈസ്, അരി. പിന്നെ ഭാഷ എന്ന് പറഞ്ഞാൽ ലാംഗ്വേജ്. ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ അറിയാലോ, നമ്മൾ സംസാരിക്കുന്ന നമ്മളുടെ ഭാഷ അല്ലെ, അതാണ് ഭാഷ എന്ന് പറഞ്ഞാൽ ലാംഗ്വേജ്. എടുത്ത് നോക്കിയേ. രാജധാനി എന്ന് പറഞ്ഞാൽ എന്താണ്, ക്യാപിറ്റൽ
അല്ലെ, തലസ്ഥാനം എന്നാണ് എന്ത്, രാജധാനി, ക്യാപിറ്റൽ. പിന്നെ സമുദ്രം എന്ന് പറഞ്ഞാൽ ഓഷൻ അല്ലെ, കടൽ, സമുദ്രം, ഓഷൻ. ദെൻ പ്രസിദ്ധ എന്ന് പറഞ്ഞാൽ എന്താണ്, പ്രസിദ്ധമായിട്ടുള്ള അല്ലെങ്കിൽ പേര് കേട്ടിട്ടുള്ള അല്ലെ, ഫേമസ്. ദെൻ പവിത്ര എന്ന് പറഞ്ഞാൽ ഹോളി, പരിശുദ്ധമായിട്ടുള്ള. പവിത്ര എന്ന് പറഞ്ഞാൽ ഹോളി എന്ന് പറഞ്ഞാൽ പരിശുദ്ധമായിട്ടുള്ളത്. പിന്നെ നേതാ എന്ന് പറഞ്ഞാൽ എന്താണ്, ലീഡർ അല്ലെ, അതായത് നേതാവ് അല്ലെ. നമ്മൾ ഒരു ക്ലാസ്സിലെ ലീഡർ എന്ന് പറഞ്ഞാൽ ആ ക്ലാസ്സിന്റെ കാര്യങ്ങളെല്ലാം നോക്കി നിർത്തുന്ന ഒരു നേതാവ് അല്ലെ, ലീഡർ. ദെൻ ധർമ്മം എന്ന് പറഞ്ഞാൽ റിലീജിയൻ അല്ലെ, മതങ്ങൾ അല്ലെ, റിലീജിയൻ. ദെൻ രാഷ്ട്രീയ പുഷ്പം എന്ന് പറഞ്ഞാൽ നാഷണൽ ഫ്ലവർ, ദേശീയ പുഷ്പം. രാഷ്ട്രീയ പശു എന്ന് പറഞ്ഞാൽ നാഷണൽ ആനിമൽ, ദേശീയ മൃഗം. ദെൻ ആസാദ് എന്ന് പറഞ്ഞാൽ ഇൻഡിപെൻഡൻസ് അല്ലെ, സ്വാതന്ത്ര്യം അല്ലെ, ഇൻഡിപെൻഡൻസ്, സ്വാതന്ത്ര്യം. ദെൻ രാഷ്ട്രീയ പക്ഷി എന്ന് പറഞ്ഞാൽ നാഷണൽ ബേർഡ്, ദേശീയ പക്ഷി അല്ലെ. അപ്പം അത്രയും വേർഡ്സ് ആണ് ഉള്ളത്. ഒന്നുകൂടെ പറയാം ആദ്യം തൊട്ട്. ഹമാര എന്ന് പറഞ്ഞാൽ ഓസ്, പുരാണ എന്ന് പറഞ്ഞാൽ ഓൾഡ്, ഊഞ്ച ഹൈ, നദി റിവർ, ഷഹർ സിറ്റി, ഗോഹൂം എന്ന് പറഞ്ഞാൽ വീറ്റ്, ചാവൽ റൈസ്, ഭാഷ ലാംഗ്വേജ്, രാജധാനി ക്യാപിറ്റൽ, സമുദ്രം ഓഷൻ, പ്രസിദ്ധ ഫേമസ്, പവിത്ര ഹോളി, നേതാ ലീഡർ, ധർമ്മ റിലീജിയൻ, രാഷ്ട്രീയ പുഷ്പ നാഷണൽ ഫ്ലവർ, രാഷ്ട്രീയ പശു നാഷണൽ ആനിമൽ, ആസാദ് ഇൻഡിപെൻഡൻസ്, രാഷ്ട്രീയ പക്ഷി നാഷണൽ ബേർഡ്. ഓക്കെ, അപ്പം അത്രയും നിങ്ങൾ എന്ത് ചെയ്യുക, വേർഡ്സ് നിങ്ങളുടെ പാഠത്തിന്റെ പുതിയ പാഠത്തിന്റെ പേര് നോട്ട്ബുക്കിനകത്തോട്ട് എടുത്തിട്ട് അത് ഓരോന്ന് കണ്ടു തെറ്റിക്കാതെ നോട്ട്ബുക്കിനകത്തോട്ട് ആദ്യം എഴുതിയെടുക്കുക. അതിനുശേഷം ഈ ഹിന്ദി വേർഡ്സും അതിന് ഇംഗ്ലീഷ് മീനിങ്ങും കോപ്പി റൈറ്റിംഗ് ബുക്കിനകത്തോട്ട് 5 times വെച്ച് എഴുതി പഠിച്ചിട്ട് ടീച്ചറിന് അയച്ചു തരണം. കോപ്പി റൈറ്റിംഗ് ബുക്കിനകത്ത് മറക്കാതെ എഴുതി പഠിക്കാം കേട്ടോ. അപ്പം ഈ ഹിന്ദി വേർഡ്സ് എന്ത് ചെയ്യുക, കോപ്പി റൈറ്റിംഗ് ബുക്കിനകത്തോട്ട് 5 times വെച്ച് എഴുതി പഠിച്ച് ടീച്ചറിന് ഇന്ന് തന്നെ സെൻഡ് ചെയ്ത് തരണം വീഡിയോ കണ്ടിട്ട് കേട്ടോ. ഓക്കെ, അപ്പൊ ഇതിന്റെ ബാക്കി കാര്യങ്ങളെല്ലാം നമുക്ക് ഇനി അടുത്ത നെക്സ്റ്റ് ക്ലാസ്സിൽ പഠിക്കാം. ഓക്കെ, അപ്പൊ നന്നായിട്ട് ടെക്സ്റ്റ് ബുക്ക് വായിക്കുക. വായിച്ചിട്ട് എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ ടീച്ചറിനോട് വിളിച്ച് ചോദിക്കുക. ഇതിന്റെ വേർഡ്സും ഇംഗ്ലീഷ് മീനിങ് നന്നായിട്ട് എഴുതി തന്നെ പഠിക്കുക. ഓക്കെ, താങ്ക് യു.